ഹലോ, വെൽക്കം ടീച്ചേഴ്സ് ക്ലബ്. എല്ലാവർക്കും ടീച്ചേഴ്സ് ക്ലബിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ സബ്ജക്റ്റ് എന്ന് പറയുന്നത്, നമ്മുടെ വിഷയം എന്ന് പറയുന്നത് PSC റിസർവേഷൻ അഥവാ PSC റൊട്ടേഷനുമായിട്ട് ബന്ധപ്പെട്ടതാണ്. ഓക്കെ, നിങ്ങൾ പലരും ശ്രദ്ധിച്ചിട്ടുണ്ടാവും, അല്ലെങ്കിൽ നിങ്ങൾ പലരും അനുഭവിച്ചിട്ടുണ്ടാവും. അതായത് എൻ്റെ റാങ്ക് ഇപ്പം 5ആണ്, 5ാമത്തെ റാങ്കാണ് എൻ്റെത്. പക്ഷേ 30ാമത്തെ റാങ്കുകാരനെ എടുത്തിട്ടും എനിക്ക് ജോലി കിട്ടിയില്ലല്ലോ എന്നൊരു സംശയം നിങ്ങൾക്ക് എല്ലാവർക്കും വരും, അല്ലേ? അല്ലെങ്കിൽ ഈ PSC റൊട്ടേഷനെ പറ്റി, PSC റിസർവേഷൻ അല്ലെങ്കിൽ റാങ്ക് ലിസ്റ്റ് തയ്യാറാക്കുന്നതിനെ പറ്റി വ്യക്തമായിട്ട് അറിവില്ലാത്തവർക്കാണ് അങ്ങനെ ഒരു ബുദ്ധിമുട്ട് വരുന്നത്. അപ്പോൾ അതിനെക്കുറിച്ചാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു സെക്ഷൻ എന്ന് പറയുന്നത് ഒരുപാട് മേഖലകളിലൂടെ കടന്നു പോകേണ്ടതായിട്ടുണ്ട് ഈ PSC റിസർവേഷനുമായിട്ട് ബന്ധപ്പെട്ട്. അപ്പോൾ 1, 2, 3, 4 സെക്ഷൻസ് ആയിട്ടാണ് ചെയ്യുന്നത്. 3, 4 സെക്ഷൻസ് ഓരോരോ വീഡിയോയിലായിട്ട് ഉൾപ്പെടുത്താം. എല്ലാം കൂടി ഒരുമിച്ച് ഒരു വീഡിയോയിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആകെ മൊത്തത്തിൽ കൺഫ്യൂഷൻ ആവും. ഓക്കെ, അതുകൊണ്ട് ഓരോ വീഡിയോസ് ആയിട്ടായിരിക്കും ഇത് ചെയ്യുന്നത്. ആദ്യം നമുക്ക് പെർസെൻറ്റേജ് നോക്കാം. അതായത് നമ്മുടെ ഓപ്പൺ കാറ്റഗറിയിൽപ്പെട്ടവർക്കും ഓപ്പൺ കാറ്റഗറി ഉള്ളവർക്കും അല്ലെങ്കിൽ റിസർവേഷൻ കാറ്റഗറി ഉള്ളവർക്കുമായുള്ള പെർസെൻറ്റേജ് എങ്ങനെയാണെന്നുള്ളത് നമുക്ക് ആദ്യം നോക്കാം. അത് 2 രീതിയിലാണ് PSC ആ പെർസെൻറ്റേജ് കണക്കാക്കുന്നത്. ഒന്ന്, ഫോർ ലാസ്റ്റ് ഗ്രേഡ് പോസ്റ്റ്, അതായത് ലാസ്റ്റ് ഗ്രേഡ്, അതായത് ഓഫീസ് അസിസ്റ്റന്റ് അങ്ങനെയുള്ള ലാസ്റ്റ് ഗ്രേഡ് പോസ്റ്റിന് വേറെ രീതിയിലുള്ള പെർസെൻറ്റേജ് ആണ്. അതുപോലെ തന്നെ പോസ്റ്റ് അതർ ദാൻ ലാസ്റ്റ് ഗ്രേഡ്, അതായത് ലാസ്റ്റ് ഗ്രേഡ് ഒഴിവാക്കിയിട്ട് ബാക്കിയുള്ള LD മുതൽ മുകളിലോട്ടുള്ള എല്ലാ പോസ്റ്റ്, LD, HSA, LPUP, HSST അങ്ങനെ വരുന്ന വലിയ വലിയ പോസ്റ്റുകൾക്കുള്ള പെർസെൻറ്റേജ് എങ്ങനെയാണെന്ന്. അപ്പോൾ നമ്മൾ അതുമായിട്ട് ബന്ധപ്പെട്ടാണ് ആദ്യം ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്, പോസ്റ്റ് അതർ ദാൻ ലാസ്റ്റ് ഗ്രേഡ് എന്നുള്ളത്. OC എന്ന് പറയുന്നത് എപ്പോഴും ഓപ്പൺ കമ്മ്യൂണിറ്റി അല്ല, ഓപ്പൺ കോമ്പറ്റീഷൻ എന്നുള്ളതാണ്. ഓപ്പൺ കോമ്പറ്റീഷൻ. അപ്പോൾ ഓപ്പൺ കോമ്പറ്റീഷൻ എന്നുള്ളത് ഞാൻ പറഞ്ഞു തരാം എന്താണെന്നുള്ളത്. ഓപ്പൺ കോമ്പറ്റീഷൻ എന്നുള്ളത് വഴിയെ എന്താണ് ഓപ്പൺ കോമ്പറ്റീഷൻ, എന്താണ് റിസർവേഷൻ എന്നുള്ള വഴിയെ ഞാൻ പറഞ്ഞു തരുന്നതായിരിക്കും. ആദ്യം നമുക്ക് ഈ പെർസെൻറ്റേജ് എങ്ങനെയാണെന്ന് നോക്കാം. അതിൽ ഓപ്പൺ കോമ്പറ്റീഷന് 50% ആണ്. ബാക്കിയുള്ള BC എന്ന് പറയുന്നത് ബാക്ക്വേർഡ് ആണ്, ബാക്ക്വേർഡ് കമ്മ്യൂണിറ്റി എല്ലാവരും വരും, അതിലും 50% ആണ്. അങ്ങനെയാണ് മൊത്തം 100% എന്ന് പറയുന്നത്. ഓക്കെ, 50 സീറ്റ് ഓപ്പൺ കോമ്പറ്റീഷനും 50 സീറ്റ് ബാക്ക്വേർഡ് ക്ലാസ്സും, അതായത് റിസർവേഷൻ കാറ്റഗറിക്കാണ് വരുന്നത്. അതിൽ ഈഴവ, ബില്ല, തീയ, EBT എന്ന് പറയുന്ന കമ്മ്യൂണിറ്റി, ഈഴവയാണെങ്കിൽ ആദ്യം ഈഴവ, ബില്ല വേണമെങ്കിൽ ആദ്യം ബില്ലവ, തീയ ആണെങ്കിൽ തീയ, അവർക്ക് 14% ആണ്. മുസ്ലിംസിന് 12% ആണ്. ലാറ്റിൻ കത്തോലിക്ക ആൻഡ് ആംഗ്ലോ ഇന്ത്യൻസ് 4%, വിശ്വകർമ്മ 3%, SUC നാടാർ 1, ധീവര 1, ഹിന്ദു നാടാർ 1, ഷെഡ്യൂൾഡ് കാസ്റ്റ് കൺവേർട്ടഡ് ക്രിസ്ത്യൻസ് 1, അതർ ബാക്ക്വേർഡ് ക്ലാസ്സസ് ഓക്കെ 3, ഷെഡ്യൂൾഡ് കാസ്റ്റ് 8, ഷെഡ്യൂൾഡ് ട്രൈബ് 2. ഓക്കെ, അതില് ഈ ഓപ്പൺ കോമ്പറ്റീഷൻ എന്ന് പറയുന്നത് എല്ലാവരും ഉൾപ്പെടും. 50% എല്ലാവരും ഉൾപ്പെടും. അതായത് താഴെ എഴുതിയിരിക്കുന്ന റിസർവേഷൻ വരുന്ന കാറ്റഗറിയും എല്ലാവരും ഓപ്പൺ കോമ്പറ്റീഷനിൽ ഉൾപ്പെടാവുന്നതാണ്. ഓപ്പൺ കോമ്പറ്റീഷൻ എന്ന് പറയുന്ന റാങ്ക് ലിസ്റ്റ് ഇടുമ്പോൾ അതിലെല്ലാവരും വരും. 1ാമത്തെ റാങ്ക് 1, 3, 5 എന്ന് പറയുന്ന ഒറ്റ സംഖ്യ കാറ്റഗറിയിലാണ് ഓപ്പൺ കോമ്പറ്റീഷൻ വരുന്ന ഒരു റാങ്ക് ലിസ്റ്റിൽ. 2, 4, 6, 8 എന്നുള്ള കാറ്റഗറിയിൽ റിസർവേഷൻ അല്ലെങ്കിൽ ബാക്ക്വേർഡ് കമ്മ്യൂണിറ്റിയും വരും. ഓക്കെ, ബാക്ക്വേർഡിന്റെ ടേണും ഉണ്ടാവും. ഓക്കെ, നമ്മളിപ്പം ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ഒരു 100 വേക്കൻസി നമുക്ക് വന്നു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ 100 സീറ്റ് വന്നു കഴിഞ്ഞാൽ എങ്ങനെയാണ് അതിന്റെ റിസർവേഷൻ ചാർട്ട് തയ്യാറാക്കുന്നത് എന്നുള്ളതാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. പിന്നെയുള്ളത് ഞാൻ ഈ പറഞ്ഞ ഈഴവ, ബില്ല, മുസ്ലിം, LC, വിശ്വകർമ്മ, SUC, ധീവര, ഹിന്ദു, പിന്നെ SCC ഇങ്ങനെയുള്ള എല്ലാം ഉണ്ടല്ലോ. അത് കഴിഞ്ഞിട്ട് താഴെ OBC അതർ ബാക്ക്വേർഡ് ക്ലാസ്സസ് എന്നുണ്ട്. അത് താഴെ ഇരുണ്ട് എക്സെപ്റ്റ് ദോസ് മെൻഷൻഡ് എബവ് എന്ന്, അതായത് മുകളിൽ കൊടുത്തിരിക്കുന്നതെല്ലാം ഒക്കെ OBC ഉണ്ട്. ഈഴവ, ബില്ല, തീയ OBC ആണ്, മുസ്ലിം OBC ആണ്, LC ആംഗ്ലോ ഇന്ത്യ OBC ആണ്, വിശ്വകർമ്മ. അപ്പം ഇവരെ കൂടാതെയുള്ള കമ്മ്യൂണിറ്റീസ് ഉണ്ട്. മുകളിൽ രേഖപ്പെടുത്താത്ത ഈഴവ, ബില്ല, തീയ, മുസ്ലിം, LC, വിശ്വകർമ്മ അങ്ങനെ തുടങ്ങുന്ന മുകളിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന കമ്മ്യൂണിറ്റിയിൽ പെടാതെ വരുന്ന എല്ലാവരും അതർ ബാക്ക്വേർഡ് ക്ലാസ്സിലാണ് വരുന്നത്. അതർ ബാക്ക്വേർഡ് ക്ലാസ്സിൽ. അപ്പം നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് നിങ്ങളുടെ കമ്മ്യൂണിറ്റി ഏതാണെന്ന് മനസ്സിലാക്കുക, വ്യക്തമായിട്ട് മനസ്സിലാക്കുക. നിങ്ങളുടെ കമ്മ്യൂണിറ്റി ഏതാണ്, ഏത് കമ്മ്യൂണിറ്റിയാണ് നിങ്ങൾ വരുന്നത്, നിങ്ങളുടെ ഒരു റാങ്ക് ലിസ്റ്റ് വരുമ്പോൾ നിങ്ങളുടെ പെർസെൻറ്റേജ് എത്രയായിരിക്കും. ഓക്കെ, അതർ ദാൻ ലാസ്റ്റ് ഗ്രേഡ് പോസ്റ്റുകൾക്ക് എത്രയായിരിക്കും നിങ്ങളുടെ പെർസെൻറ്റേജ്, എത്ര വേക്കൻസിയാണ് നിങ്ങൾക്ക് ഉണ്ടാകുന്നത് എന്നുള്ള കാര്യം മനസ്സിലാക്കുക. പിന്നെ ഷെഡ്യൂൾഡ് കാസ്റ്റ് ആൻഡ് ഷെഡ്യൂൾഡ് ട്രൈബ് മൊത്തം കൂടി 10% ആണ്. അതായത് ഷെഡ്യൂൾഡ് കാസ്റ്റിന് 8ഉം ഷെഡ്യൂൾഡ് ട്രൈബിന് 2%. ഓക്കെ, ഇതാണ് പെർസെൻറ്റേജ് എന്ന് പറയുന്നത്, അതായത് നമ്മുടെ റിസർവേഷന്റെ പെർസെൻറ്റേജ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി
ഞാൻ മുമ്പ് പറഞ്ഞു, നമ്മുടെ 100 വേക്കൻസി നമുക്ക് വന്നു കഴിഞ്ഞാൽ ആ 100 വേക്കൻസിയിൽ ഞാൻ പറഞ്ഞു 50 എണ്ണം ഓപ്പൺ കോമ്പറ്റീഷനും 50% BC അല്ലെങ്കിൽ ബാക്ക്വേർഡ് ക്ലാസിന്റെ ടേണും ആയിരിക്കും ഉണ്ടായിരിക്കുന്നത്, 50 എണ്ണം. ഓക്കെ, അപ്പം OC എന്താണെന്ന് വ്യക്തമായിട്ട് മനസ്സിലാക്കിയിരിക്കും. ഇപ്പൊ നിങ്ങൾ നോക്കുമ്പോഴേ ഇവിടെ OC 1 OC ആണ്, 2 ഈഴവ ബില്ലാത്തിയ, 3 OC, 5 OC, 7 OC, 9 OC, 11 OC, 13 OC. അതായത് ഒന്നര വിട്ടെല്ലാം ഓപ്പൺ കോമ്പറ്റീഷനും 2, 4, 6, 8 എന്നുള്ളത് എന്ത് ചെയ്യും, റിസർവേഷൻ കമ്മ്യൂണിറ്റിയിലും വരും. അതാണ് നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ടത്. ഓക്കെ, പിന്നെ ഒരു കാര്യം ഞാൻ പറഞ്ഞു, ഈ ഒന്നാമത്തെ OC ഒന്നാമതാണല്ലോ ഓപ്പൺ കോമ്പറ്റീഷൻ, ഒന്നാമത്തെ റാങ്ക് ഓപ്പൺ കോമ്പറ്റീഷൻ ആണല്ലോ. ഈ ഓപ്പൺ കോമ്പറ്റീഷൻ ഒന്നാമത്തെ റാങ്കുകാരൻ ആരായാലും അയാൾക്ക് അവിടെ ജോലി കിട്ടും. അത് റിസർവേഷനിലായിരുന്നാലും അല്ലാതെ ഓപ്പൺ കാറ്റഗറിയിലായിരുന്നു കഴിഞ്ഞാലും ആർക്കായിരുന്നു കഴിഞ്ഞാലും അവിടെ എന്ത് ചെയ്യും, ജോലി കൊടുക്കുന്നതായിരിക്കും. ഓക്കെ, ഇപ്പം എക്സാമ്പിൾ OC ഒന്നാമത് SC ആണ് അല്ലെങ്കിൽ ഈഴവയാണ്, അവന് ജോലി കിട്ടും. പക്ഷെ രണ്ടാമത് വരുമ്പോഴത്തേക്കും അത് റിസർവേഷൻ കമ്മ്യൂണിറ്റിയെ കൊടുക്കത്തുള്ളൂ. ഒന്നാമത് ഈഴവയെ നിയമിച്ചത് കൊണ്ട് അടുത്ത ഈഴവയ്ക്ക് കൊടുക്കത്തില്ലെന്നല്ല, അടുത്തയും ഈഴവയ്ക്ക് കൊടുക്കും. കാരണം രണ്ടാമത്തെ റിസർവേഷൻ എന്ന് പറയുന്നത് റിസർവേഷൻ പോസ്റ്റ് ആണ്, അത് ഈഴവ ബില്ലാത്തിക്കുള്ള റിസർവേഷൻ പോസ്റ്റാണ്, അപ്പൊ അവർക്ക് കൊടുത്തേ പറ്റും. ഓക്കെ, അങ്ങനെയാണ് വരുന്നത്. OCയിൽ ആര് വേണം വരാം. ഓക്കെ, അതായത് ഒന്നുകൂടെ പറയാം, ഒന്നിടവിട്ട ടേണുകളായിരിക്കും എന്തെന്ന് പറയുന്നത് ഈ റിസർവേഷൻ ടേൺ ആയിട്ട് വരുന്നത്. ഓക്കെ, അപ്പൊ ഞാനിവിടെ കാണിച്ചിരിക്കുന്നത് ഈ 100 വേക്കൻസി ഉള്ള ഒരു ചാർട്ടാണ് നിങ്ങൾക്ക് കാണിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പം ആദ്യം നിങ്ങൾ പെർസെൻറ്റേജിന്റെ കണക്ക് വ്യക്തമായിട്ട് മനസ്സിലാക്കുക. അതിനുശേഷം ഈ 100 പോസ്റ്റ് എന്നുള്ള ഈ ഒരു ടേബിളിലേക്ക് നിങ്ങൾ വരിക. ഓക്കെ, പിന്നെ ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ നിങ്ങൾ ആദ്യം ഏത് കമ്മ്യൂണിറ്റിയിലാണ്, ഏത് കാറ്റഗറിയിലാണ് വരുന്നത് എന്നുള്ള കാര്യം വ്യക്തമായിട്ട് മനസ്സിലാക്കുക. ഓക്കെ, പിന്നെ OBC മറ്റ് കാറ്റഗറികളിൽ ഉൾപ്പെടാത്ത OBCക്കാർ ആരാണെന്നുള്ളത്, അത് ഏതൊക്കെ കമ്മ്യൂണിറ്റിയിൽ, അതായത് ഞാൻ നേരത്തെ പറഞ്ഞു, ഇവിടെ എഴുതിയിട്ടുണ്ട്, OBC അതർ ബാക്ക്വേർഡ് ക്ലാസ്സസ്, അതായത് മുകളിലുള്ള ഈ കമ്മ്യൂണിറ്റിയിൽ നിന്നും പെടാത്തവരാണ് എന്തെന്ന് പറയുന്നത് അതർ ബാക്ക്വേർഡ് ആയിട്ട് 3% വരുന്നത്, 3 പോസ്റ്റ്, 100-ൽ 3 പോസ്റ്റ്. അപ്പൊ അത് വ്യക്തമായിട്ട് നമ്മൾ ആദ്യം മനസ്സിലാക്കിയിരിക്കണം. ഓക്കെ, പിന്നെ ഒരു കാര്യമുള്ളത്, ഈ നമ്മളിപ്പം 100 പോസ്റ്റുകളുടെ കാര്യമാണ് ഞാൻ പറഞ്ഞിരിക്കുന്നത്, 100 പോസ്റ്റുകളുടെ കാര്യമാണ് ഈ ലിസ്റ്റ് ഇട്ടിരിക്കുന്നത്. ഈ 100 പോസ്റ്റുകളിൽ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കാനുള്ളത്, ഈ പറയുന്ന ടേണുകൾ, അതായത് ഒന്നിടവിട്ടുള്ള ടേണുകൾ റിസർവേഷൻ വരുമ്പോഴും ഇവിടെ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഈ നമ്മുടെ PH എന്ന് പറയുന്ന ഒരു കമ്മ്യൂണിറ്റി ഉണ്ട്, ഫിസിക്കലി ഹാൻഡിക്യാപ്ഡ് ആയിട്ടുള്ള ഒരു കമ്മ്യൂണിറ്റി ഉണ്ട്. അവർക്ക് PSC 3% റിസർവേഷൻ തീരുമാനിച്ചിരിക്കുന്നത്. മനസ്സിലായില്ലേ? PH കാൻഡിഡേറ്റിന് എപ്പോഴും 3% അവരുടെ റിസർവേഷൻ എന്ന് പറയുന്നത്, 3%. അത് പക്ഷെ നമ്മുടെ റാങ്ക് ലിസ്റ്റിൽ അവരെന്ത് ചെയ്യത്തില്ല, ഉൾപ്പെടുത്തത്തില്ല. അത് സെപ്പറേറ്റ് റാങ്ക് ലിസ്റ്റ് ആയിട്ടാണ് ഇടുന്നത്. അതിന്റെ ഡീറ്റെയിൽ പിന്നീട് പറയുന്നതായിരിക്കും. ഓക്കെ, അതായത് ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ, അപ്പൊ നമുക്ക് കാരണം 100 പേരെ എടുക്കുമ്പോഴത്തേക്ക് 3 PHനെ എടുക്കേണ്ടതായിട്ടുണ്ട്. 100 പേരെ എടുക്കുമ്പോൾ 3 PHനെ എടുക്കണം. അതായത് ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ 103 വേക്കൻസി വന്നാൽ മാത്രമാണ് നമുക്ക് 100 എന്ന് പറയുന്ന വേക്കൻസിയുടെ ആ ഗുണം നമുക്ക് ലഭിക്കുന്നത്. മൊത്തത്തിൽ 103 വരണം. കാരണം 100 പേരെ എടുക്കുമ്പോൾ അതിനുള്ളിൽ 3 പേരെ PHന് ഉൾപ്പെടുത്തും. പക്ഷെ ആ 100ലേക്ക് അവരെ ഇൻക്ലൂഡ് ചെയ്യത്തില്ല. സിമ്പിൾ ആയിട്ടൊരു എക്സാമ്പിൾ പറഞ്ഞുതരാം അതിന്റെ കൂട്ടത്തിൽ പെട്ടെന്ന് മനസ്സിലാക്കാൻ വേണ്ടി. അതിന്റെ ഡീറ്റെയിലിംഗ് പിന്നീട് ഞാൻ പറയും. അതായത് ഇപ്പോൾ ഒന്നാമത്തെ OC ഒന്നാമതായിട്ട് കൊടുക്കാനുള്ളത് ഓപ്പൺ കോമ്പറ്റീഷനിൽ പെട്ട ഒരാൾക്കാണ്. ഒന്നാമത്തെ ഫസ്റ്റ് പോസ്റ്റിംഗ് കൊടുക്കേണ്ടത് ഓപ്പൺ കോമ്പറ്റീഷനിൽ പെട്ട ആൾക്കാണെന്ന് വിചാരിച്ചോ. പക്ഷേ PSC എപ്പോഴും നിയമനം നടത്തുമ്പോൾ ആ റാങ്ക് ലിസ്റ്റ് നോക്കുമ്പോഴത്തേക്ക് ആ റാങ്ക് ലിസ്റ്റിനകത്ത്, ഇപ്പൊ ഒരു HSAയുടെ റാങ്ക് ലിസ്റ്റിനകത്ത് ഏതെങ്കിലും PH കാൻഡിഡേറ്റ് ഉണ്ടെങ്കിൽ, PH കാൻഡിഡേറ്റ് അത് കമ്മ്യൂണിറ്റി ഒന്നും നോക്കത്തില്ല. PH കാൻഡിഡേറ്റ് എവിടെയുണ്ട്, അത് ഏത് PHനാണ് അവിടെ റിസർവേഷൻ, അവിടെ ടേൺ കിടക്കുന്നത്. ചിലപ്പോൾ കണ്ണിന്റെ പ്രശ്നമുള്ളവരായിരിക്കും, കൈയിന്റെ പ്രശ്നമുള്ളവരായിരിക്കും, കാലിന്റെ പ്രശ്നമുള്ളവരായിരിക്കും. പല PH ഉണ്ട്, 3-4 ഗ്രേഡായിട്ട് തിരിക്കും. നിങ്ങളുടെ ലിസ്റ്റ് നോക്കിയാൽ മതി. അപ്പം അതില് ആ ടേൺ വരുന്നത് ഏത് PHനാണോ ഒന്നാമതായിട്ട് പോസ്റ്റിംഗ് കൊടുക്കുന്നത് PHനായിരിക്കും. നിങ്ങൾ പലപ്പോഴും ചില റാങ്ക് ലിസ്റ്റുകൾ നോക്കുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് മനസ്സിലാവും.
കാരണം ചില ജില്ലകളിൽ ഒന്നും എടുക്കാത്ത ജില്ലകൾ, ചിലപ്പം ഒരു വേക്കൻസി പോയിട്ടുള്ള ജില്ലകൾ നോക്കിക്കഴിഞ്ഞാൽ ഫസ്റ്റ് പി എച്ചിനായിരിക്കും കൊടുത്തിരിക്കുന്നത്. ആ ടേൺ പി എച്ചിനാണെങ്കിൽ അത് ഒന്നാമത്തെ വേക്കൻസി എപ്പോഴും പി എച്ചിനായിരിക്കും കൊടുക്കുന്നത്. ആ ഒരു കാര്യം കൂടെ മനസ്സിലാക്കുക. ഓക്കെ 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 അപ്പൊ ഈ ഒരു ചാർട്ട് എന്ന് പറയുന്നത് നിങ്ങൾക്ക് പി എസ് സി സൈറ്റിൽ നിന്നൊക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഡൗൺലോഡ് ചെയ്തെടുത്ത് നിങ്ങൾക്ക് പരിശോധിക്കാവുന്നതാണ് കേട്ടോ. ഓരോ റാങ്ക് ലിസ്റ്റോ അല്ലെങ്കിൽ റൊട്ടേഷൻ ചാർട്ടോ ഒക്കെ നിങ്ങൾക്കത് പരിശോധിക്കാവുന്നതാണ്. ഓക്കെ ഓക്കെ ഇനി നിങ്ങൾ ഈ ചാർട്ടിലേക്ക് നോക്കൂ. ഒന്നാമത്തെ ടേൺ എന്ന് പറയുന്നത്, ഫസ്റ്റ് ടേൺ എന്ന് പറയുന്നത് ഓസിയാണ്. ഒന്നാമത്തെ ടേൺ എന്ന് പറയുന്നത് ഓസിയാണ്, ഒന്നാമത്തെ ടേൺ. ഓക്കെ ഓക്കെ രണ്ടാമത്തെ ടേൺ എന്ന് പറയുന്നത് ഈഴവ. രണ്ടാമത്തെ ടേൺ എന്ന് പറയുന്നത് ഈഴവ ബില്ല തീയാണ്. മൂന്നാമത്തെ വീണ്ടും ഓസി, നാലാമത്തെ എസ് സി, അഞ്ചാമത്തെ വീണ്ടും ഓസി, ആറാമത്തെ മുസ്ലിം, ഏഴാമത്തെ വീണ്ടും ഓസി, എട്ടാമത്തെ ലാറ്റിൻ കത്തോലിക്ക ആൻഡ് ആംഗ്ലോ ഇന്ത്യൻ. ഇങ്ങനെയാണ് പോകുന്നത്. അതായത് ഒന്നര വിട്ട ടേണുകൾ റിസർവേഷനിൽ പോയിക്കൊണ്ടിരിക്കും. അതായത് റാങ്ക് ലിസ്റ്റിൽ ഒന്നാമത് നിൽക്കുന്നത്, മനസ്സിലായാലും ഒന്നാമത് നിൽക്കുന്നത് ഏത് കാറ്റഗറിയിൽപ്പെട്ട ആളായാലും ഒന്നാമതായിട്ട് ജോലി കിട്ടും എന്നാണ്. അപ്പം ഏത് ഓസി, അതായത് ഒന്നാമത് ഓസിയാണ്, അതായത് ഏത് കാറ്റഗറിയിൽപ്പെട്ട ആളായാലും ഒന്നാമത്തെ റാങ്കിൽ ജോലി കിട്ടും എന്ന് പറയുമ്പോൾ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഞാൻ ആദ്യം പറഞ്ഞ കാര്യം, പി എച്ച് ആ റാങ്ക് ലിസ്റ്റ് ഉണ്ടെങ്കിൽ പി എച്ചിനായിരിക്കും ആ ഒന്നാം റാങ്ക് പോകുന്നത്. ആ പി എച്ചിന് എടുത്തിട്ടേ ഓസിക്ക് അടുത്ത ഒന്നാം റാങ്കിൽ കിട്ടുന്ന ഓസിക്ക് പോകും. അപ്പൊ ഓസിയുടെ നിയമനം രണ്ടാമതാവും. അങ്ങനെ കുറെ പ്രശ്നങ്ങളുണ്ട്, കുറെ കാര്യങ്ങൾ വരും. താഴോട്ട് വരുമ്പോൾ നിങ്ങൾക്ക് അത് കൂടുതലായിട്ട് മനസ്സിലാവും. ഓക്കെ ഓക്കെ അപ്പം ഒന്നാമത് ഓസി ഞാൻ പറഞ്ഞു, ഒന്നാമത് ഓസി ഓപ്പൺ കോമ്പറ്റീഷൻ, രണ്ടാമത് ഈഴവ. ഓക്കെ ഓക്കെ അപ്പൊ രണ്ടാമത് റാങ്ക് ലിസ്റ്റ് കിടക്കുന്ന ആള് ഈഴവ അല്ലെങ്കിൽ എന്ത് ചെയ്യും, ഈഴവ. ഇപ്പൊ രണ്ടാമത്തെ ഒരു റാങ്ക് ലിസ്റ്റ് നോക്കുമ്പോഴത്തേക്ക് ഒന്നാമത്തെ ഓസി പോയി, രണ്ടാമത്തെ കിടക്കുന്നത് വീണ്ടും ഒരു ജനറൽ കാറ്റഗറിയിലുള്ള ആളാണെങ്കിൽ, റാങ്ക് ലിസ്റ്റിൽ ജനറൽ കാറ്റഗറിയിലുള്ള ആളാണെങ്കിൽ കൊടുക്കാൻ പറ്റത്തില്ല. കാരണം ആ രണ്ടാമതായിട്ടുള്ള റിസർവേഷൻ വരുന്ന ഈഴവ ബില്ല തീയാണ്. ഇതിൽ ആരാണോ റൊട്ടേഷൻ വരുന്നത് അവർ ഈ റാങ്ക് ലിസ്റ്റ് എവിടെയെങ്കിലും ഉണ്ടാന്ന് നോക്കും. എവിടെയെങ്കിലും ആ റാങ്ക് ലിസ്റ്റ് ഉണ്ടാകുന്നു. ചിലപ്പോൾ അദ്ദേഹം കിടക്കുന്നത് ഒരു 50ാമതായിട്ടായിരിക്കും. ആദ്യത്തെ ഒരു ഈഴവ കിടക്കുന്നത് 50ആയിരിക്കും. അപ്പൊ 50ാമത്തെ ആളെ ഇവിടെ രണ്ടാമത് കൊണ്ടുവന്ന് നിയമിക്കും. ഓക്കെ 50ാമത്തെ ആൾക്ക് രണ്ടാമത് ജോലി കിട്ടും. അതാണ് ഞാൻ ആദ്യം പറഞ്ഞ കാര്യം. ഞാൻ 5ാമതായിട്ടും 50ാമത്തെ ആളെ എടുത്തിട്ടും എനിക്ക് ജോലി കിട്ടിയില്ല എന്ന് പറയുന്നതിന്റെ ഒരു സംശയം അതാണ്. അല്ലെങ്കിൽ അവിടെ അങ്ങനെയാണ് നിങ്ങൾക്ക് ആ ഡൗട്ട്സ് വരുന്നത്. റിസർവേഷൻ കാറ്റഗറിയിൽ എപ്പോഴും റിസർവേഷൻ കാറ്റഗറിയിലെ ജോലി കൊടുക്കത്തുള്ളൂ. അതായത് റിസർവേഷൻ കാറ്റഗറി ഉണ്ടെങ്കിൽ ആ റിസർവേഷൻ കമ്മ്യൂണിറ്റിയിൽ വരുന്ന, അതായത് ഒന്നര വിട്ടുള്ള 2, 4, 6, 8 എന്ന് പറഞ്ഞു പോകുന്ന റാങ്കുകൾ എപ്പോഴും ആ പറഞ്ഞിരിക്കുന്ന അതാത് കമ്മ്യൂണിറ്റിയിലുള്ള, ഇപ്പൊ 2 ആണെങ്കിൽ ഈഴവ ബില്ല തീയ, 4 ആണെങ്കിൽ എസ് സി, 6 ആണെങ്കിൽ മുസ്ലിം, 8 ആണെങ്കിൽ ലാറ്റിൻ കത്തോലിക് ആൻഡ് ആംഗ്ലോ ഇന്ത്യൻ, 10 ആണെങ്കിൽ ഒ ബി സി, 12 ആണെങ്കിൽ വീണ്ടും എസ് സി. ഇങ്ങനെ ആ കമ്മ്യൂണിറ്റി ഏതാണോ അവർക്ക് മാത്രമേ എന്ത് ചെയ്യത്തുള്ളൂ, ജോലി ലഭിക്കത്തുള്ളൂ. ഓക്കെ ഇപ്പൊ ഈഴവയെ സംബന്ധിച്ചിടത്തോളം ഈഴവയ്ക്ക് രണ്ടാമത് ഉണ്ട്. 2 കഴിഞ്ഞാൽ പിന്നെ വരുന്നത് 14ആണ്. 14 കഴിഞ്ഞാൽ പിന്നെ വരുന്നത് 18, 18 കഴിഞ്ഞാൽ പിന്നെ വരുന്നത് 28, പിന്നെ 34 അല്ലെ, 34, അതുപോലെ തന്നെ 34, 42, 54, 58, അതുപോലെ 62, 74, 78, 88, 98. ഈ ഒരു രീതിയിലാണ് എന്ത് ചെയ്യുന്നത്, ഈഴവയുടെ റിസർവേഷൻ കമ്മ്യൂണിറ്റിയിലെ കോട്ട പോകുന്നത്, അല്ലെങ്കിൽ ടേണുകൾ പോകുന്നത്. മുസ്ലിം നോക്കിക്കഴിഞ്ഞാൽ 6 കഴിഞ്ഞാൽ പിന്നെ 16 വരുന്നത്. ഓക്കെ മുസ്ലിം നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ 6 കഴിഞ്ഞാൽ പിന്നെ വരുന്ന റിസർവേഷൻ എന്ന് പറയുന്നത് 16ാമതാണ്. ഓക്കെ അതായത് മുസ്ലിം റിസർവേഷനിൽ അദ്ദേഹത്തിന്റെ ടേൺ വരണമെങ്കിൽ. ഇനി ഒരു കാര്യം ശ്രദ്ധിക്കൂ നിങ്ങൾ, അതായത് പി എസ് സിയെ സംബന്ധിച്ചിടത്തോളം ഇപ്പൊ ഒരു 100 വേക്കൻസി വന്നു കഴിഞ്ഞാൽ അതിനെ പി എസ് സി ചെയ്യുന്നത് ആ 100 വേക്കൻസി 20 യൂണിറ്റുകളായിട്ട് കൺസിഡർ ചെയ്യും. അതായത് താഴെ ഞാൻ കാണിച്ചു തരാം. അതായത് ഇപ്പൊ 100 വേക്കൻസി വരികയാണെങ്കിൽ പി എസ് സി ചെയ്യുന്നത് അതിനെ എന്ത് ചെയ്യും, 20
പേരുള്ള ഓരോ യൂണിറ്റുകളായിട്ട് തിരിക്കും. അതായത് 100 വേക്കൻസി വന്നു കഴിഞ്ഞാൽ 100 വേക്കൻസി വരികയാണെങ്കിൽ അതിനെ 20 പേരുള്ള, അതായത് 20 യൂണിറ്റുകളാക്കി കൺസിഡർ ചെയ്യും. അതായത് എക്സാമ്പിള്, അപ്പം 5 യൂണിറ്റ്, 20 പേരുള്ള 5 യൂണിറ്റ് ആയിരിക്കും അല്ലേ, അത് 2 10, 20 പേരുള്ള 5 യൂണിറ്റ്. അതായത് നമ്മുടെ റാങ്ക് ലിസ്റ്റിലേക്ക് വരുമ്പോൾ 1 മുതൽ താവോട്ട് 20 വരെ ഒന്നാമത്തെ യൂണിറ്റ്, അടുത്ത 21 മുതൽ 40 വരെ അടുത്ത യൂണിറ്റ്, അടുത്ത 60 വരെ അടുത്ത യൂണിറ്റ്, 80 വരെ അടുത്ത യൂണിറ്റ്, 100 വരെ അടുത്ത്, അങ്ങനെ മൊത്തം 5 യൂണിറ്റ്. ഇങ്ങനെ 5 യൂണിറ്റുകളായിട്ട് തിരിക്കും. അത് എത്ര പോസ്റ്റ് ഒന്നുമില്ല. ഇപ്പൊ 100 പോസ്റ്റ് വരുമ്പോൾ 5 യൂണിറ്റ്. ഞാൻ ആ ചാർട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഇപ്പൊ 25 വേക്കൻസി വരെയാണെങ്കിൽ 20 ടേണുള്ള ഫസ്റ്റ് യൂണിറ്റ്, പിന്നെ ബാക്കി 5 അല്ലേ ഉള്ളൂ, അപ്പൊ 5 സെക്കൻഡ് യൂണിറ്റ്. 10 വേക്കൻസി ആണെങ്കിൽ 20 ആയിട്ട് തിരിക്കുകയില്ല, അപ്പൊ ഒറ്റ യൂണിറ്റ് തന്നെ വരും 10. 50 ആണെങ്കിൽ 20 2 യൂണിറ്റ്, പിന്നെ ബാക്കി 10 അടുത്ത യൂണിറ്റ്. 5 വേക്കൻസി ആണെങ്കിൽ 5 ടേൺ, ഒറ്റ സിംഗിൾ യൂണിറ്റ് ആയിട്ട് തിരിക്കും. അങ്ങനെയാണ് PSC ഓരോ യൂണിറ്റ് ആയിട്ട് തിരിച്ചിട്ടാണ് 20 പേര് വരുന്ന യൂണിറ്റ് ആയിട്ട് തിരിക്കും. അത് എത്ര വേക്കൻസിയോടെ അതിന് ആനുപാതികമായിട്ട്. 10 ആണെങ്കിൽ പിന്നെ 20 ആക്കാനുള്ള ആളില്ലാത്തതുകൊണ്ട് 10 ടേൺ സിംഗിൾ യൂണിറ്റ്. 50 ആണെങ്കിൽ 20 ടേൺ 10 ടേൺ, മൊത്തം 50. ഓക്കെ, അപ്പൊ അങ്ങനെയാണ് PSC എന്ത് ചെയ്യുന്നത്, ടേണിനെ ഭാഗിക്കുന്നത്. ഓക്കെ, അപ്പം അത് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, എന്തിനാണ് ഞാൻ ഈ ഒരു 20 യൂണിറ്റുകളാക്കി കൺസിഡർ ചെയ്യുന്നത്, 100 ടേണിനെ 5ആയി ഭാഗിക്കുന്നത് എന്തിനാണ് പറഞ്ഞതെന്ന് ചോദിച്ചു കഴിഞ്ഞാല്, ഇപ്പൊ എക്സാമ്പിള് ഇതിന്റെ ഒന്നാമത്തെ കോളം, ഈ ഒരു കോളം നിങ്ങൾ ശ്രദ്ധിക്കൂ. ഈ ഒരു കോളം നിങ്ങൾ നോക്കിയേ. ഈ ഫസ്റ്റ് കോളം നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ 1 മുതൽ 20 വരെയുള്ള, 1 മുതൽ താഴെ 20 വരെയുള്ള നമ്പേഴ്സ് റാങ്ക് ലിസ്റ്റ് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നോക്കിയോ, ആ 20 1 3 5 എന്ന് പറഞ്ഞു പോകുമ്പോഴത്തേക്ക് മൊത്തം 1 2 അങ്ങനെ എണ്ണി പോകുമ്പോഴത്തേക്ക് 10 OC ആയിരിക്കും കിട്ടുന്നത്. 10 ഓപ്പൺ കോമ്പറ്റീഷൻ അവിടെ പോവും, 10 കോമ്പറ്റീഷൻ പോവും. അതുപോലെ തന്നെ ഈഴവ, അതായത് ഒന്നാമത്തെ യൂണിറ്റ് PSC എടുക്കുമ്പോഴത്തേക്ക് ആദ്യം 100 പോസ്റ്റ് വന്നു കഴിഞ്ഞാൽ ഒന്നാമത്തെ 20 പേരടങ്ങിയ യൂണിറ്റ് ടേൺ എടുക്കുമ്പോഴത്തേക്ക് 10 OC പോവും. അതുപോലെ EBT, അതായത് ഈഴവ കമ്മ്യൂണിറ്റി എത്ര എണ്ണം പോവും, 2ാമത്തെ ഈഴവ, 14ാമത്തെ ഈഴവ, അതുപോലെ തന്നെ 18ാമത്തെ ഈഴവ അല്ലെ, 3 ഈഴവ. SC ആണെങ്കിലോ, SC ആണെങ്കിൽ 4ാമത്തെ SC ആണ്, അതുപോലെ 12ാമത്തെ SC ആണ്, 2 പേര്. മുസ്ലിം ആണെങ്കിൽ 6ാമത്തെ മുസ്ലിമാണ്, 16ാമത്തെ മുസ്ലിമാണ്, 2 പേര്. അതുപോലെ LC ആണെങ്കിൽ ഒരേ ഒരാൾ, 8ാമത് മാത്രം അല്ലെ. SC ആണെങ്കിൽ 8ാമത് മാത്രം. അപ്പൊ നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിയേ. പിന്നെ വിശ്വകർമ്മ 20ാമത് ഒരാള്. പിന്നെ അവിടെ ആരും വരുന്നില്ല, വേറെ അടുത്തൊരു യൂണിറ്റ് വരുമ്പോഴാണ് അതില് വീണ്ടും ഒരു ലാറ്റിൻ കത്തോലിക്ക വരുന്നത് 22. പിന്നെ ബാക്കിയുള്ള കമ്മ്യൂണിറ്റി SUC 38ാമതാണ്. അതായത് 38ാമതാണ് SUCക്ക് വരുന്നത്. 2ാമത്തെ 20 യൂണിറ്റുകളിലാണ് SUC വരുന്നതെന്ന് ആലോചിച്ചോളണം. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഇപ്പൊ HSങ്ങൾ അപ്ലൈ ചെയ്യാൻ നോക്കുമ്പോഴത്തേക്ക് ഏതെങ്കിലും ഒരു ജില്ലയിൽ SUC എടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ആലോചിച്ച് നോക്കിയേ. പിന്നെ 38 കഴിഞ്ഞ് അല്ലെങ്കിൽ ഒരു 40-42 പോസ്റ്റ് എടുത്തപ്പോൾ SUC വന്നെന്ന് വിചാരിച്ചോ, SUC നടന്നു വെച്ചോ, പിന്നെ ആ ടേണ് പോയി കറങ്ങി തിരിഞ്ഞ് പിന്നെ എപ്പോഴെങ്കിലും ആയിരിക്കും അടുത്ത 1 2 3 എണ്ണി 38ാമത്. 38ാമതായിരിക്കത്തില്ല ജോലി കിട്ടുന്നത്, അത് പറഞ്ഞുതരാം. അതായത് എന്തുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞെന്ന് വെച്ച് കഴിഞ്ഞാല്, ഇപ്പൊ 5ാമത് OCക്ക് അതായത് റാങ്ക് ലിസ്റ്റിൽ 5ാമത് കിടക്കുന്ന ആൾക്ക് 5ാമതായിരിക്കത്തില്ല ജോലി കിട്ടുന്നത്. ഞാൻ പറഞ്ഞു 1ാമത് PH കാറ്റഗറി വരും അല്ലെ, 1ാമത് PH വരും, അപ്പൊ തന്നെ ഒരു പോസ്റ്റ് അവിടെ മാറി. ഓക്കെ, അപ്പൊ അങ്ങനെ കുറെ ഡിഫറൻസ് വരും. അപ്പൊ അതും കൂടി അവിടെ മനസ്സിലാക്കുക. ഓക്കെ, അപ്പൊ അങ്ങനെ കണക്കാക്കി നോക്കുക ഓരോ കാര്യങ്ങൾ. ഓക്കെ, അപ്പൊ ഇങ്ങനെ എല്ലാ ടേണിനെയും നമ്മൾ ഓരോ 20 യൂണിറ്റുകളായിട്ട് തിരിക്കുന്നത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ, എല്ലാ ടേണിനെയും ഈക്വൽ ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഓരോ 20 ടേണിലും അങ്ങനെ ഈക്വൽ ആയിട്ടാണ് ഓരോ കമ്മ്യൂണിറ്റിയും റിസർവ് ചെയ്തിരിക്കുന്നത്. അതിപ്പോ 1% റിസർവേഷൻ OAPS,
ഹിന്ദു നാടാറ്, ധീവര, ഇവരൊക്കെ വരുന്ന നോക്കിയേ ഏത് കോളത്തിലാണെന്ന് നോക്കിയേ, മൂന്നാമത്തെ കോളത്തിലേ വരുന്നത്. ഞാനിപ്പോ പറഞ്ഞു OX ഇതാ OX 48ാമതാണ് വരുന്നത്. ധീവര ഇതാ 50ാമതാണ് ധീവര വരുന്നത്. ഇവരൊക്കെ ഈ ഒന്നാമത്തെയും രണ്ടാമത്തെയും യൂണിറ്റിൽ ഇല്ല, ആലോചിച്ചുകൊള്ളണം. ഓക്കെ, അപ്പൊ അത്രയും പോസ്റ്റുകൾ വന്നാൽ മാത്രമാണ് അവർക്ക് അവിടെ ജോലി കിട്ടുന്നത് റിസർവേഷൻ കാറ്റഗറിയിൽ. അവരെല്ലാം OC-യിലാണ് എവിടെയെങ്കിലും വരുന്നെങ്കിൽ അവർക്ക് നേരത്തെ ജോലി കിട്ടും. ഇപ്പം ഒരു ധീവര വന്നത് 11ാമതാണെങ്കിൽ അയാൾക്ക് ജോലി കിട്ടും നേരത്തെ. പക്ഷെ റിസർവേഷൻ കാറ്റഗറിയിൽ ആ ധീവരയ്ക്ക് ജോലി കിട്ടണമെങ്കിൽ 50 എന്ന് പറയുന്ന റിസർവേഷൻ കാറ്റഗറിയിലേക്ക് അദ്ദേഹം വരണം. അത്രയും റാങ്കുകൾ അവിടെ മാറണം. എന്ന് വെച്ച് കഴിഞ്ഞാൽ 50 എന്ന് പറയുന്ന റിസർവ് ടേണിൽ അയാൾക്ക് ജോലി കിട്ടണമെങ്കിൽ ഏകദേശം ഒരു 50ഓ 55ഓ പോസ്റ്റുകൾ അവിടെ നടന്നിരിക്കണം, എങ്കിലേ 50ാമത്തെ അയാൾക്ക് ജോലി കിട്ടത്തുള്ളൂ. അടുത്ത ഒരു ധീവരയ്ക്ക് റിസർവേഷനിൽ ജോലി കിട്ടണമെങ്കിൽ 50 മുതൽ തുടങ്ങി 99, 100ആയി വീണ്ടും 1 വരണം. 1, 2, 3, 4, 5 എത്തി വീണ്ടും ഈ 50ലോ 55ലോ എത്തുമ്പോഴാണ് അയാൾക്ക് എന്ത് ചെയ്യുന്നത്, ഒരു റിസർവേഷനിൽ ജോലി കിട്ടുക. അപ്പൊ അത്രയും ബുദ്ധിമുട്ടാണ്. ഓക്കെ, അപ്പം PSC റൊട്ടേഷൻ ഇടുന്നത് മുൻപ് എവിടെ നിന്നാണോ റൊട്ടേഷൻ നിൽക്കുന്നത്, റൊട്ടേഷൻ നിൽക്കുന്നത് അവിടെ വെച്ച് നോക്കിയിട്ട്, അതുകൊണ്ട് നമ്മൾ അപ്ലൈ ചെയ്യുമ്പോഴത്തേക്ക് റൊട്ടേഷൻ നോക്കണമെന്ന് പറഞ്ഞാൽ, ഇപ്പം നമ്മുടെ HSA സംബന്ധിച്ചിടത്തോളം എന്ത് ചെയ്ത് റാങ്ക് ലിസ്റ്റ് തീർത്തിട്ടില്ല, 1.5 വർഷം കൂടി ഉണ്ട് പല റാങ്ക് ലിസ്റ്റിന്. അപ്പൊ നമുക്ക് അവസാനം എത്തി നിൽക്കുന്ന ആരെന്ന് പറയാൻ പറ്റത്തില്ല. പക്ഷെ ഒരു ആവറേജ് നമുക്ക് എടുക്കാൻ പറ്റും. ഇപ്പൊ എക്സാമ്പിൾ 100ാമത് വിശ്വകർമ്മയാണ് റൊട്ടേഷൻ നിൽക്കുന്നത് അല്ലേ. ഇനിയിപ്പോ അടുത്ത 1 പോകണം. 1 പോകുമ്പോഴത്തേക്ക് അടുത്ത OC-യാ. വീണ്ടും വിശ്വകർമ്മ വരണമെങ്കിൽ 20ാമതാണ് വിശ്വകർമ്മ വീണ്ടും റൊട്ടേഷൻ കൊടുക്കാനുള്ളത്. വിശ്വകർമ്മയ്ക്ക് വീണ്ടും 20ാമതേ കിട്ടത്തുള്ളൂ അടുത്തതിൽ. ഓക്കെ, ഇപ്പൊ എക്സാമ്പിള് ഇപ്പൊ 95 OC ലാസ്റ്റ് അഡ്വൈസ് കൊടുത്തിരിക്കുന്നത്. ഒരു പോസ്റ്റിൽ ലാസ്റ്റ് അഡ്വൈസ് 95ാമതാണ് കൊടുത്തിരിക്കുന്നത് വെച്ചു. അതായത് 95ാമത്തെ റൊട്ടേഷനിലാണ് നിൽക്കുന്നത്. അപ്പൊ അടുത്ത റൊട്ടേഷൻ സ്വാഭാവികമായിട്ടും പുതിയ റാങ്ക് ലിസ്റ്റ് ഇടുമ്പോൾ 96 മുതലായിരിക്കും. ഒന്നുകിൽ പുതിയ എക്സാം നടന്നിട്ടോ അല്ലെങ്കിൽ പുതിയ വേക്കൻസികൾ റിപ്പോർട്ട് ചെയ്യുമ്പോഴോ അടുത്ത റാങ്ക് ലിസ്റ്റ് ഇടുമ്പോൾ 96 എന്നായിരിക്കും തുടങ്ങുന്നത്. അല്ല 1, 2 എന്നല്ല, 96 എന്ന് പറഞ്ഞ് തുടങ്ങും. 96, 97, 98, 99, 100, പിന്നെ മുകളിൽ നിന്ന് തുടങ്ങും. 1, 2, 100 കഴിഞ്ഞാൽ പിന്നെ 1, 2, 3 എന്ന് തുടങ്ങും. 1, 2, 3 ആയിരിക്കും വരുന്നത്. ഓക്കെ, ഒരു 10 വേക്കൻസി ഇപ്പം 95 വരെ എടുത്ത് നിർത്തി അടുത്ത പുതിയ അഡ്വൈസ് ഇട്ടുമ്പോൾ ഒരു 10 വേക്കൻസി ഒന്ന് 10 ഇട്ടു. 10 ഇടുമ്പോഴത്തേക്ക് പിന്നെ 96, 97, 98, 99, 100, 1, 2, 3, 4, 5 പിന്നെ ഈ 5 വരെ പറയുള്ള 5 വരെ ഈ OC വരെ, ഇതുവരെ ആയിരിക്കും അടുത്ത റൊട്ടേഷൻ വരുന്നത്. ഓക്കെ, എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനിപ്പോ പറഞ്ഞു ഈ ഒരു റൊട്ടേഷൻ ചാർട്ടിൽ 100 വരെയുള്ള റൊട്ടേഷൻ ചാർട്ടിൽ നിങ്ങൾ SUC നാടാറ്, SIUC നാടാർ എന്ന് പറയുന്നത് അവർക്ക് എത്ര വേക്കൻസി വരുന്നത് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ, നമ്മുടെ PSCയുടെ ടേൺ വെച്ച് നോക്കിക്കഴിഞ്ഞാൽ SUC നാടാറുടെ ടേൺ എപ്പോഴും വരുന്നത് 38ാമതാണ്, 38. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ SUC നാടാർക്ക് റിസർവേഷനിൽ നിയമനം കിട്ടണമെങ്കിൽ 38 പോസ്റ്റിംഗ്, അറ്റ്ലീസ്റ്റ് 38 അല്ല, ഏകദേശം 38 പേരെ എടുക്കുമ്പോഴത്തേക്ക് എക്സ്ട്രാ ഒരു 5 പേരും കൂടെ അതിന്റെ ഇടയ്ക്ക് വരും. അത് പല കാറ്റഗറി ഉണ്ട്, പല രീതിയിൽ ഞാൻ പിന്നീട് പറയും, പിന്നെ അടുത്ത വീഡിയോകളിൽ പറയും. ഈ പറഞ്ഞ നമ്മൾ നേരത്തെ പറഞ്ഞ PH അങ്ങനെയൊക്കെ വരുമ്പോഴത്തേക്ക് അത് മാറി വരും. അപ്പൊ അറ്റ്ലീസ്റ്റ് ഒരു 38 എങ്കിലും വന്നു കഴിഞ്ഞാലേ ഫസ്റ്റ് SUCയുടെ നിയമനം നടക്കത്തുള്ളൂ. അപ്പോഴാണ് അവിടെ നിയമനം സ്റ്റാർട്ട് ചെയ്യുന്നത്. അത് 2ാമത്തെ യൂണിറ്റിൽ. ഓക്കെ, ആദ്യത്തെ 20 യൂണിറ്റിൽ SUC നാടാറില്ല. OX എന്ന് പറയുന്നത് ആദ്യത്തെ യൂണിറ്റിലോ 2ാമത്തെ യൂണിറ്റിലോ ഇല്ല, 3ാമത്തെ യൂണിറ്റിലാണ് വരുന്നത്. ധീവര വരുന്നത് 3ാമത്തേതിലാണ്, 48ഉം 50. ഓക്കെ, അപ്പം ഒരു SUCക്ക് ആദ്യം ഒരു നിയമനം നടന്നു കഴിഞ്ഞാൽ, അപ്പൊ നിങ്ങൾ നോക്കണം SUC ഇപ്പോഴത്തെ റാങ്ക് ലിസ്റ്റിൽ SUC നാടാറിന് 38ാമത്തെ വേക്കൻസിക്ക് അയാൾക്ക് കൊടുത്തു, അല്ലെങ്കിൽ 40ഓ 38ഓ 41 ഒക്കെ ആയപ്പോഴത്തേക്ക് ഒരു SUC നാടാർ കിട്ടിയെങ്കിൽ പിന്നെ ആ റാങ്ക് കഴിഞ്ഞു പോയി 100ലെത്തി വീണ്ടും 1 പോയിട്ട് ഈ 38ൽ എത്തുമ്പോഴേ 2ാമത്തെ SUC കിട്ടത്തുള്ളൂ, SIUCക്ക് കിട്ടത്തുള്ളൂ, SIUC നാടാർക്ക് കിട്ടത്തുള്ളൂ. അപ്പൊ ആ കാര്യം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഓരോ കമ്മ്യൂണിറ്റിക്കും അങ്ങനെ തന്നെയാണ്. ഞാൻ SUC എടുത്തൊരു സ്പെസിഫൈ ചെയ്ത് പറഞ്ഞതാണ്.
ഓക്കെ ഓക്കെ. അപ്പം PSC എപ്പോഴും ഇങ്ങനെയുള്ള റൊട്ടേഷനുകൾ തയ്യാറാക്കുന്ന അല്ലെങ്കിൽ റാങ്ക് ലിസ്റ്റുകൾ തയ്യാറാക്കുന്ന നമുക്കറിയാം ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് ഓരോ ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് വേക്കൻസികൾ എന്ത് ചെയ്യണം, റിപ്പോർട്ട് ചെയ്യണം അല്ലേ? ആ റിപ്പോർട്ട് ചെയ്യുന്ന വേക്കൻസികളുടെ എണ്ണം അനുസരിച്ചായിരിക്കും PSC എന്ത് ചെയ്യുന്നത്, ഈ റൊട്ടേഷൻ ചാർട്ട് തയ്യാറാക്കുന്നത്. എപ്പോഴും റൊട്ടേഷൻ ചാർട്ട് PSC തയ്യാറാക്കുന്നത്. ഓക്കെ. അപ്പൊ ഇതില് അടിസ്ഥാനപരമായിട്ട് മനസ്സിലാക്കേണ്ടത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ എന്താണ്, അതായത് 20 ടേണുകളുള്ള ഓരോ യൂണിറ്റുകൾ അല്ലേ, 100 പേര് എടുത്തു കഴിഞ്ഞാൽ 20 ടേണുകളുള്ള ഓരോ യൂണിറ്റുകളായിരിക്കും എന്ത് ചെയ്യുന്നത്, ഓരോ യൂണിറ്റുകളായിരിക്കും PSC എന്ത് ചെയ്യുന്നത്, റൊട്ടേഷൻ ചാർട്ട് എഴുതുന്നത്. ഇപ്പൊ 25 വേക്കൻസി റിപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ 20 ടേണുള്ള ഒരു യൂണിറ്റ്, 5 ടേണുള്ള സെക്കൻഡ് യൂണിറ്റ്. അപ്പൊ ആദ്യം 20 ടേണുള്ള ഫസ്റ്റ് യൂണിറ്റിൽ ജോലി എടുക്കും. അത് തീർന്നിട്ടേ ഈ രണ്ടാമത്തെ ടേണിലേക്ക് പോകത്തുള്ളൂ. 100 എടുത്താലും 50 എടുത്താലും ഒക്കെ അങ്ങനെ തന്നെയാണ്. 20 ടേണുകളുള്ള ഓരോ യൂണിറ്റുകളായിട്ടാണ് തിരിക്കുന്നത്. ഓക്കെ. അപ്പൊ ആ ഒരു കാര്യം വ്യക്തമായിട്ട് മനസ്സിലാക്കിയിരിക്കുക. ഇപ്പം വേക്കൻസി വരുമ്പോഴത്തേക്ക് എനിക്ക് കിട്ടാൻ ചാൻസ് ഉണ്ടോ, ചാൻസ് ഇല്ല എന്നൊക്കെ നമുക്ക് ഈ യൂണിറ്റുകളെ തിരിച്ചുള്ള വ്യത്യാസം നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ. ഇപ്പൊ നേരത്തെ പറഞ്ഞ പോലെ 100 വേക്കൻസി ആണെങ്കിൽ 20 ടേണുകളുള്ള 5 യൂണിറ്റ് അല്ലേ? അപ്പൊ നേരത്തെ പറഞ്ഞു 20 ടേണുകളുള്ള 5 യൂണിറ്റ് വരുമ്പോഴത്തേക്ക് നമ്മളെ ഒന്നാമത്തെ ടേൺ OC ആണ്, രണ്ടാമത്തത് ഈഴവ ബില്ലവ തീയാണ്. പക്ഷെ ഒന്നാമത്തെ OCക്ക് ആദ്യം ജോലി കിട്ടത്തില്ല. ആ ലിസ്റ്റിൽ PH ഉണ്ടെങ്കിൽ ഒന്നാമതായിട്ട് PHനായിരിക്കും ജോലി കൊടുക്കുന്നത് അല്ലേ? എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഞാൻ നേരത്തെ ആദ്യം പറഞ്ഞില്ലേ, അതായത് 100 റാങ്ക് ലിസ്റ്റുകൾ, 100 പോസ്റ്റുകൾ ഉണ്ടെങ്കിൽ നിലവിൽ 100 പേർക്ക് ജോലി കിട്ടണമെങ്കിൽ അത്യാവശ്യം 103 വേക്കൻസികൾ വേണം. ഞാൻ പറഞ്ഞു അല്ലേ? അതായത് 100 വേക്കൻസികൾ ഉണ്ടെങ്കിൽ അത്യാവശ്യം 100 പേർക്കും ജോലി കിട്ടണമെങ്കിൽ 103 വേക്കൻസികൾ അവിടെ വേണം. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് 100 പേരെ എടുക്കുമ്പോൾ നമ്മുടെ റൊട്ടേഷൻ ചാർട്ടിൽ ഉൾപ്പെടുത്താത്ത 3 PH കാൻഡിഡേറ്റും കൂടി അവിടെ എടുക്കുന്നതായിരിക്കും. 3 PH കാൻഡിഡേറ്റ് എടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നാമത്തെ റാങ്കിങ് പൊസിഷനിൽ എടുക്കുന്നത് PH ആയിരിക്കും. 34ാമത്തെ പൊസിഷനിൽ എടുക്കുന്നത്, ടേണിൽ എടുക്കുന്നത് ഒരു PH ആയിരിക്കും. 67ാമത്തെ ടേണിൽ എടുക്കുന്നത് ഒരു PH ആയിരിക്കും. അതായത് 1, 34, 67 ഇങ്ങനെ 3 സെക്ഷനുകളായിട്ടായിരിക്കും PH എടുക്കുന്നത്. അതായത് നോക്കുക, നമ്മള് ആ റൊട്ടേഷൻ ചാർട്ടിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ആദ്യം ഒന്നാമതായിട്ട് ഒരു PH എടുക്കും, പിന്നെ 34ാമത് അടുത്ത PH. അപ്പൊ ഈ ഈഴവയ്ക്ക് കിട്ടത്തില്ല, അതിനു മുമ്പ് ഇവിടെ 34ാമതായിട്ട് ഒരു PH കൊടുക്കും. അതുപോലെ തന്നെ 67ാമത്, അപ്പൊ 67 ഓപ്പൺ ഓപ്പൺ കോമ്പറ്റീഷനിലെ ആദ്യമായിട്ട് കിട്ടുന്നത്. ആദ്യമായിട്ട് 66 കഴിഞ്ഞാൽ 67ാമത്തെ റാങ്ക് പോകുന്നത് വീണ്ടും ഒരു PHനാണ്. 67ാമതായിട്ട് ആ PHന് കൊടുത്തു കഴിഞ്ഞിട്ടേ 67ലേക്ക് വരും. അപ്പം ആ OC, ആ ഓപ്പൺ കോമ്പറ്റീഷനിലുള്ള ആൾ 68ലേക്ക് മാറും, 68ാമത്തെ ടേണിലേക്ക് മാറും, ജോലിയിലേക്ക് മാറും. ഓക്കെ. അങ്ങനെ 3 പൊസിഷനുകളാണ് എന്ത് ചെയ്യുന്നത്, PHന് ജോലി കൊടുക്കുന്നത്. അതായത് ഇവരെ റൊട്ടേഷൻ ചാർട്ടിൽ ഉൾപ്പെടുത്തില്ല. അത് ഒരു എക്സ്ട്രാ വേക്കൻസി ആയിട്ടാണ് എപ്പോഴും PHനെ കൺസിഡർ ചെയ്യുന്നത്. ഓക്കെ. അപ്പം മനസ്സിലാക്കിയിരിക്കുക, 103 വേക്കൻസി വരുമ്പോൾ മാത്രമേ എന്ത് ചെയ്യത്തുള്ളൂ, 100 ടേണുകൾ റൊട്ടേഷൻ നടക്കത്തുള്ളൂ. 103 വേക്കൻസികളെങ്കിലും വേണം. ഓക്കെ. ഇനി നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ റൊട്ടേഷൻ ചാർട്ടിൽ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ PSCയുടെ അഡ്വൈസ് ഒക്കെ ഇടുമ്പോഴത്തെ റൊട്ടേഷൻ ചാർട്ട് നോക്കിക്കഴിഞ്ഞാൽ അതിൽ MR1, MR2, MR3 എന്നും പറഞ്ഞ് ഇങ്ങനെ പോകുന്ന കാണാം. വേക്കൻസി 1, 2, 3, 4, ടേണുകൾ നമ്മൾ പറഞ്ഞ റിസർവേഷൻ, പിന്നെ റാങ്ക്, അവരുടെ നൈം, അവരുടെ കമ്മ്യൂണിറ്റി, ഇതൊക്കെ എഴുതിയിരിക്കും. നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റും. MR റൊട്ടേഷൻ മീൻസ് മെയിൻ റൊട്ടേഷൻ, മെറിറ്റ് റൊട്ടേഷൻ എന്നുള്ളതാണ്. ഓക്കെ. അതായത് ഈ അഡ്വൈസ് നോക്കുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് നന്നായിട്ട് ഇത് മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ. ഇത് ഈ ഒരു രീതി അനുസരിച്ചാണ് PSC റൊട്ടേഷൻ തയ്യാറാക്കുന്നത്. അതായത് MR റൊട്ടേഷൻ ഈ 5ാമതായിട്ട് ഒരാൾക്ക്
അഞ്ചാമതായിട്ട് ഓസിയാണ്. അടുത്തത് ആറാമതായിട്ട് ഒരു മുസ്ലിമാണ് വരുന്നത്. ശ്രദ്ധിച്ചോ, ആറാമതായിട്ടൊരു മുസ്ലിമാണ് വരുന്നത്. MR റൊട്ടേഷൻ 6. അപ്പൊ റാങ്ക് 7ാമതാണ്, അതായത് വേക്കൻസി 7ാമത്തതാണ്. MR റൊട്ടേഷൻ 6 ഒരു മുസ്ലിമാണ്. അദ്ദേഹത്തിന് ചിലപ്പം 6 എന്ന് പറയുന്ന MR റൊട്ടേഷൻ 6 എന്ന് പറയുന്ന അയാളുടെ റാങ്ക് എന്ന് പറയുന്നത് ചിലപ്പോൾ 50 60 ഒക്കെ ആവാം റാങ്ക് എന്ന് പറയുന്നത്. കാരണം 6ാമത്തെ വേക്കൻസി കൊടുക്കേണ്ടത് ടേൺ മുസ്ലിമിനാണ്. ആ 6ാമത്തെ ടേണിൽ ഒരു മുസ്ലിം ഇല്ലെങ്കിൽ ആ റാങ്ക് ലിസ്റ്റിൽ എവിടെയെങ്കിലും ഒരു മുസ്ലിം ഉണ്ടാകുന്ന നോക്കും. മെയിൻ ലിസ്റ്റ് ഇല്ലെങ്കിൽ സപ്ലിമെന്ററിയിലേക്ക് പോകും. ആ സപ്ലിമെന്ററി കാര്യം നമ്മളൊരു വീഡിയോയിൽ പറയും എങ്ങനെയാണ് തയ്യാറാക്കുന്നത്, സപ്ലിമെന്ററി ലിസ്റ്റ് ഒക്കെ എങ്ങനെയാണ് തയ്യാറാക്കുന്നത്. മെയിൻ ലിസ്റ്റ് ഇല്ലെങ്കിലാണ് സപ്ലി ലിസ്റ്റ് ഓപ്പൺ ആവുന്നത്. അപ്പം മുസ്ലിം ഇവിടെ ഇപ്പം 7ാമത് നോക്കുമ്പോൾ 6ാമത്തെ MR റൊട്ടേഷൻ നോക്കുമ്പോൾ അവിടെ മുസ്ലിം ഉണ്ടെങ്കിൽ ആ MR റൊട്ടേഷൻ 6ൽ മുസ്ലിം ആണെങ്കിൽ മുസ്ലിം തന്നെ കൊടുക്കും. ഇനി ഇല്ലെങ്കിൽ താഴോട്ട് നോക്കും എവിടെയാണ് മുസ്ലിം കിടക്കുന്നത്. അപ്പൊ നോക്കി വരുമ്പോൾ 50ാമത്തെ ആളാണ് മുസ്ലിം കിടക്കുന്നതാണെങ്കിൽ ഈ MR റൊട്ടേഷൻ 6 എന്ന് പറയുന്ന അയാളെ 50ാമത്തെ പൊസിഷനിലേക്ക് എടുത്തുകൊണ്ട് വയ്ക്കും. 50ാമത്തെ റാങ്ക് എടുത്തുകൊണ്ട് വയ്ക്കും. അയാൾക്ക് 6ാമത് ജോലി കൊടുക്കും. MR റൊട്ടേഷൻ 6ാമത്, മെയിൻ റൊട്ടേഷൻ മെറിറ്റ് റൊട്ടേഷൻ 6ൽ ജോലി കൊടുക്കും. അതിന്റെ ഒരു പേര് കാണും, മിസ്റ്റർ എക്സ്. അതിന്റെ കമ്മ്യൂണിറ്റി മുസ്ലിം എന്നുള്ളതിലും ഇവിടെ നിങ്ങൾക്ക് ഇങ്ങനെ കാണാൻ പറ്റും. മനസ്സിലായി? ഇനി ഇങ്ങനെ PSC നോക്കി പോകുമ്പോഴത്തേക്ക് ആ ലിസ്റ്റിലൊന്നും മെയിൻ ലിസ്റ്റിലും ഇല്ല, സപ്ലിമെന്ററി ലിസ്റ്റിലും മുസ്ലിം ഇല്ല എങ്കിൽ, മുസ്ലിം എന്ന് പറയുന്ന കമ്മ്യൂണിറ്റി ഇല്ല എങ്കിൽ എന്ത് ചെയ്യും? ആ MR റൊട്ടേഷൻ 6 എന്ന് പറയുന്ന അതെന്ത് ചെയ്യും? കോമ്പൻസേറ്റ് ചെയ്ത് PSC എന്ത് ചെയ്യും? അടുത്ത ആൾക്ക് കൊടുക്കും. ഓക്കെ, അടുത്ത ആൾക്ക് കൊടുക്കും. ഓക്കെ, ഒന്നുകിൽ ഇല്ലാത്തതോ അയാൾ ജോയിൻ ചെയ്യാൻ വരാത്തതായിരിക്കും, അയാൾക്ക് വേറെ ജോലി കിട്ടിപ്പോയിട്ടുണ്ടാകും, അല്ലെങ്കിൽ അയാൾക്ക് താല്പര്യമില്ലാതിരിക്കാം, അങ്ങനെ ആയിരിക്കാം. ഓക്കെ, റാങ്ക് ലിസ്റ്റിലും ഇല്ല, അല്ലെങ്കിൽ അയാൾ ജോയിൻ ചെയ്യാൻ വന്നില്ല, അയാൾ ജോയിൻ ചെയ്തില്ല. അപ്പൊ PSC എന്ത് ചെയ്യും? അയാൾ ജോയിൻ ചെയ്തില്ലെങ്കിൽ അതിപ്പോ റിസർവേഷൻ ആവണമെന്ന് തന്നെ ഇല്ല കേട്ടോ, റിസർവേഷൻ ആവണമെന്ന് തന്നെ ഇല്ല, ഓപ്പൺ കോമ്പറ്റീഷനും ആവാം. റിസർവേഷൻ ആവണമെന്നില്ല, ഏത് വേണം ആവാം. ഞാനിപ്പോ മുസ്ലിം വെച്ച് പറഞ്ഞു എന്നേ ഉള്ളൂ പറയാൻ വേണ്ടിയിട്ട്. 5ാമത്തെ ആളാവാം, 1ാമത്തെ ആളാവാം, ആര് വേണമാവാം. അയാളെ ജോലിക്ക് വന്നില്ലെങ്കിൽ അല്ലെങ്കിൽ അയാളെ കിട്ടിയില്ലെങ്കിൽ എന്ത് ചെയ്യും? റാങ്ക് ലിസ്റ്റിലുണ്ട്, പക്ഷെ അയാൾക്ക് താല്പര്യമില്ല. അത് അടുത്ത ആൾക്ക് കോമ്പൻസേറ്റ് ചെയ്ത് അടുത്ത ആൾക്ക് ആ ജോലി കൊടുക്കും. അപ്പൊ അങ്ങനെ കോമ്പൻസേറ്റ് ചെയ്ത് കൊടുക്കുന്നതിനെയാണ് എന്താണ് NJD എന്ന് നമ്മൾ പറയാം. NJD വേക്കൻസി എന്നൊക്കെ പറയത്തില്ലേ, നോൺ ജോയിനിങ് ഡ്യൂട്ടി എന്നറിയപ്പെടുന്ന NJD. ഇതിനെപ്പറ്റി നമുക്കൊരു വീഡിയോ ചെയ്യാൻ സെപ്പറേറ്റ് ആയിട്ട്. അപ്പൊ അങ്ങനെയും നമുക്ക് പെട്ടെന്ന് ജോലി കിട്ടാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെ ആരും വന്നില്ലെങ്കിലും NJD. അപ്പം നമ്മൾ കണ്ടിട്ടില്ലേ, റാങ്ക് ലിസ്റ്റിൽ പെട്ടവരൊക്കെ NJD റിപ്പോർട്ട് ചെയ്യാനായിട്ട് കിടക്കുന്നത്. അങ്ങനെ NJD റിപ്പോർട്ട് ചെയ്യാനായിട്ട് കിടന്നാൽ നമുക്ക് പെട്ടെന്ന് ജോലി എന്ത് ചെയ്യും? കിട്ടാനുള്ള സാധ്യതയുണ്ട്. ഓക്കെ, അപ്പൊ അതാണ് NJD എന്ന് പറയുന്നത്. പിന്നെ ഇനിയുള്ളത് നമുക്ക് സപ്ലിമെന്ററി ആണ്, സപ്ലിമെന്ററി ലിസ്റ്റ് ആണ്. അതിനെപ്പറ്റി ഒരു വീഡിയോ ചെയ്യാം. പിന്നെ ഒരു കാര്യം ഉള്ളത്, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് നമ്മുടെ EWS എന്ന് പറയുന്ന കാറ്റഗറി. EWS എന്ന് പറയുന്ന സംഭവം നിങ്ങളെല്ലാവരും അത് മനസ്സിലാക്കിയതാണ്. മൊത്തമായിട്ട് ഇതിൽ കുറെ കാര്യങ്ങൾ പറയാനുണ്ട്. TPO ടെമ്പററി പാസ്റ്റ് ഓവർ എന്ന് പറയുന്ന ഒരു രീതിയെ പറ്റി പറയാനുണ്ട്. റിസർവേഷൻ സപ്ലിമെന്ററി എന്ന് പറയുന്ന കാര്യത്തെ പറ്റി പറയാനുണ്ട്. അപ്പൊ ഓരോന്നും ചെറിയ വീഡിയോ ആയിട്ട് ചെയ്യും. ഇപ്പൊ നിങ്ങൾക്ക് ഈ റൊട്ടേഷന്റെ ചെറിയൊരു കാര്യം നിങ്ങൾക്ക് മനസ്സിലായെന്നാണ് ഞാൻ കരുതുന്നത്. അതായത് എങ്ങനെയാണ് കൊടുക്കുന്നത് എന്നുള്ളത്. ഇനി നിങ്ങൾക്ക് ഇപ്പം ഈ അപ്ലൈ ചെയ്യുന്നതുമായിട്ട് ബന്ധപ്പെട്ട്, HSC അപ്ലൈ ചെയ്യുന്നതുമായിട്ട് ബന്ധപ്പെട്ട്, അല്ലെങ്കിൽ മറ്റു പോസ്റ്റുകൾ അപ്ലൈ ചെയ്യുന്നതുമായിട്ട് ബന്ധപ്പെട്ട് ഡിസ്ട്രിക്ട് വൈസ് നോക്കുമ്പോഴത്തേക്ക്, റിസർവേഷൻ നോക്കുമ്പോഴത്തേക്ക്, ടേണുകൾ നോക്കുമ്പോഴത്തേക്ക് നമുക്കറിയാം EWS എന്ന് പറയുന്ന EWS എന്ന് പറയുന്ന ഒരു കമ്മ്യൂണിറ്റി, ഒരു കാറ്റഗറി ഇപ്പൊ വന്നിട്ടുണ്ട് നമ്മുടെ റാങ്ക് ലിസ്റ്റുകളിൽ. ഈ 100 എന്ന് പറയുന്ന ഈ ഒരു ഇതിൽ തന്നെയാണ്, നമ്മൾ മുകളിൽ പറഞ്ഞ 100 എന്ന് പറയുന്ന ഈ ഒരു കാറ്റഗറിയിൽ തന്നെയാണ് അത് വന്നിരിക്കുന്നത്. നമ്മൾ ആദ്യം പറഞ്ഞ 100 എന്ന് പറയുന്ന ഈ ഒരു പെർസെന്റേജിൽ തന്നെയാണ് EWSും. അതായത് മുന്നോക്കക്കാരിൽ പിന്നോക്കം നിൽക്കുന്ന, എക്കണോമിക്കലി പിന്നോക്കം നിൽക്കുന്ന ആൾക്കാരുടെ 2020 ഒക്ടോബർ 23 മുതലാണ്. HSI ഫിസിക്കൽ സയൻസിനൊന്നും അത് ബാധകമല്ലായിരുന്നു. അതിനുശേഷം വന്ന റാങ്ക് ലിസ്റ്റുകളൊക്കെ അത് മുൻകാല പ്രാബല്യത്തോടുകൂടി നടപ്പിലാക്കുന്നുണ്ട്. ഓക്കെ,
അപ്പൊ നമുക്കറിയാം നമ്മുടെ റാങ്ക് ലിസ്റ്റ് എന്ന് പറയുന്നത് 2 രീതിയിലാണ് പെർസെന്റേജ്. 50% OC-യും ഓപ്പൺ കോമ്പറ്റീഷനും, 50% എന്ന് പറയുന്നത് എന്താണ്, ബാക്ക്വേർഡ് ക്ലാസ്സുമാണ്. 50% ബാക്ക്വേർഡ് ക്ലാസ്സുമാണ്. ബാക്ക്വേർഡ് ക്ലാസ് ഒരിക്കലും EWS വരത്തില്ല. EWS വരുന്നത് എപ്പോഴും ഈ 50%-ലാണ് EWS വരുന്നത്. 50% എന്ന് പറയുന്ന കാറ്റഗറിയിലാണ് EWS. അതായത് EWS വരുന്നതുകൊണ്ട് നഷ്ടം എപ്പോഴും OC-ക്കാണ്, ഓപ്പൺ കോമ്പറ്റീഷനാണ്. ഓക്കെ, എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ EWSും കൂടി ചേർക്കുമ്പോഴത്തേക്ക് ആദ്യത്തെ ഓപ്പൺ കോമ്പറ്റീഷൻ എന്ന് പറയുന്ന ഈ 50% വീണ്ടും 2ആയിട്ട് ഡിവൈഡ് ചെയ്യും. 2ആയിട്ട് ഡിവൈഡ് ചെയ്യും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 40%-ആയിട്ടും അതുപോലെ തന്നെ ഒരു 10%-ആയിട്ടും വീണ്ടും 2ആയിട്ട് ഡിവൈഡ് ചെയ്യും. 2 ടേണുകളായിട്ട് തിരിക്കും. 40% OC-യും 10% EWSുമായിട്ട് വീണ്ടും ഡിവൈഡ് ചെയ്യും. അപ്പൊ നോക്കിയേ, ആദ്യം 50 പോസ്റ്റ് ഉണ്ടായിരുന്നു OC-ക്ക് ഓപ്പൺ കോമ്പറ്റീഷന്, പക്ഷെ ഇപ്പൊ 40-ലേക്ക് മാറി 10% EWSന് കൊടുക്കുകയാണ്. ഓക്കെ, എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ 10% EWSലേക്ക് പോയത്, അതിന്റെ മാനദണ്ഡങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയാം, EWS കിട്ടുന്നത് എങ്ങനെയെന്നൊക്കെ ഉള്ളത്. ഓക്കെ, അപ്പം ആ 10% EWSന് പോയത് ബാക്കിയെല്ലാം ഓപ്പൺ കോമ്പറ്റീഷൻ വരുന്ന ബാക്കി എല്ലാവരും കൂടി ആ ഒരു കാര്യം സഫർ ചെയ്യേണ്ടി വരും. ഓക്കെ, എന്ന് പറഞ്ഞാൽ ഇവിടെ നമ്മൾ ആ 100 പേരെന്ന് പറയുന്ന 100 റൊട്ടേഷൻ എന്ന് പറയുന്ന സംഭവം, ഈ ലിസ്റ്റ്, ഈ 100 പേരുടെ ഈ റൊട്ടേഷൻ ചാർട്ട് നമ്മൾ പരിശോധിക്കുമ്പോൾ എങ്ങനെയാണ് EWS അവിടെ വരണമെന്ന് നോക്കാം. നോക്കിക്കോ, 100 പേരുടെ എടുക്കുമ്പോഴത്തേക്ക് ഇപ്പൊ 1 OC കൊടുത്തു, 2 EBT, 1 OC അല്ല, നിങ്ങൾക്കറിയാം PH-നാണ് പോകുന്ന, അത് മനസ്സിലായിക്കൊള്ളണം. ഓക്കെ, അപ്പം രണ്ടാമത്, അതായത് 1ാമത്തെ OC-യിൽ കിടക്കുന്ന ആൾക്ക് 2ാമതായിരിക്കും ജോലി കിട്ടുന്നത്. അതിന്റെ അർത്ഥം അതാണ് ഞാൻ പറഞ്ഞത്. 50 പോസ്റ്റ്, 50 പേർക്ക് നിയമനം ലഭിക്കണമെങ്കിൽ ഒരു 55 പോസ്റ്റെങ്കിലും വരണം, എങ്കിലേ ജോലി കിട്ടത്തുള്ളൂ എന്ന് പറഞ്ഞത് ആദ്യമേ പറഞ്ഞത്. അപ്പൊ നോക്കിയോ, എങ്ങനെയാണ് EWSന് എടുക്കുന്നത് നോക്കാം. EWSന് എടുക്കുന്നത് എങ്ങനെയാണ്, ബാക്കി എല്ലാവരും സഫർ ചെയ്യണമെന്ന് പറഞ്ഞതിന്റെ അർത്ഥം എന്താന്ന് നോക്കിക്കഴിഞ്ഞാൽ, ഇവിടെ നമുക്ക് 1, 2 നോക്കി പോവാം. 1, 2 നോക്കി പോകുമ്പോഴത്തേക്ക് 9ാമത്തെ OC എന്ന് പറയുന്നത്, 9ാമത്തെ OC EWS ആണ്. അതായത് ഇപ്പൊ നിങ്ങൾ വീഡിയോ കാണുന്ന നിങ്ങളൊരു OC ഓപ്പൺ കോമ്പറ്റീഷനിൽ കിടക്കുന്ന ഒരാളാണ്, ജനറൽ കാറ്റഗറിയിലുള്ള ഒരാളാണ്, അല്ലെങ്കിൽ ഏതെങ്കിലും റിസർവേഷനിലുള്ള ഒരാളാണ് OC-യിൽ വന്നിരിക്കുന്നത്, എന്തോ ആയിക്കോട്ടെ, എങ്ങനെ ആയാലും 9ാമത്തെ OC എന്ന് പറയുന്നത് 9ാമത്തെ OC-ക്ക് കിട്ടത്തില്ല. 9ാമത്തെ OC-ക്ക് 9ാമത്തെ ജോലി കിട്ടത്തില്ല. പകരം ആ റാങ്ക് ലിസ്റ്റില് എവിടെയെങ്കിലും EWS ഉണ്ടാകുന്ന നോക്കുക. അപ്പൊ നോക്കി വരുമ്പോ 92ാമതായിരിക്കും ചിലപ്പോൾ ഒരു EWS കിടക്കുന്നത്. 92ാമതായിരിക്കും ഒരു EWS റാങ്ക് ലിസ്റ്റ് കിടക്കുന്നത്. അയാളെ നേരെ പൊക്കിക്കൊണ്ടുവന്ന് ഈ 9ാമത്തെ ആളായിട്ട് ജോലി കൊടുക്കും. ഇവിടെ 9ാമത്തെ ആളായിട്ട് ജോലി കൊടുക്കും. അപ്പം ഈ 9ാമത്തെ OC-ക്ക് ജോലി കിട്ടുന്ന അടുത്ത 10ാമത്തെ പൊസിഷനിലായിരിക്കും റൊട്ടേഷൻ വരുന്നത്. മനസ്സിലായി? എന്ന് പറഞ്ഞു കഴിഞ്ഞാല് EWSന് 9ാമത്തെ പൊസിഷൻ, അതുപോലെ തന്നെ 9 കഴിഞ്ഞാല് പിന്നെ വരുന്നത് EWSന് 10% വരുമ്പോഴത്തേക്ക് 19ാമത്തെ പൊസിഷൻ. അതായത് 9കളല്ല, 9, 19, 29, 39, 49, 59, 69, 79, അങ്ങനെ പോയി 99, അത്രയും പോസ്റ്റുകൾ. അതായത് ഓരോ ടേണുകളിലും 20 വരെയുള്ള ഓരോ ടേണുകളിലും 2 9 വെച്ച് വരുന്നുണ്ട് അല്ലേ. 1ാമത്തെ 20 വെച്ചിട്ടുള്ള യൂണിറ്റ് നോക്കുമ്പോഴത്തേക്ക് അതിൽ 19 വരുന്നുണ്ട്, 9 വരുന്നുണ്ട്. 2ാമത്തത് വരുമ്പോഴത്തേക്ക് 29 വരുന്നുണ്ട്, 39 വരുന്നുണ്ട്. അങ്ങനെ ഉള്ള 9 വരുന്ന എല്ലാ ടേണിലും എന്ത് ചെയ്യും, ഈ EWSന് കൊടുക്കും. എന്ന് പറഞ്ഞാൽ 9 OC ആണെങ്കിലും അവിടെ OC കിട്ടത്തില്ല, EWS ആയിരിക്കും. EWSന് മാത്രം. മനസ്സിലായ? അയാൾ എത്രയോ റാങ്ക് ആയിക്കോട്ടെ, അയാൾ അവിടെ കൊണ്ടുവരും. ഓക്കെ, അപ്പം ആലോചിക്കുക. അപ്പൊ ഒരിക്കലും ആ 9ാം റാങ്കുകാരന് അവിടെ ജോലി കിട്ടത്തില്ല. 9ാം റാങ്കുകാരന് അവിടെ ജോലി കിട്ടത്തില്ല. അയാൾ 10ാമതായിട്ടായിരിക്കും ജോലി കിട്ടുന്നത്. 10ാമതോ 11ാമതോ 12ാമതായിരിക്കും അയാൾക്ക് അവിടെ ജോലി കിട്ടുന്നത്. ഓക്കെ, ഇതാണ് EWS എന്ന് പറയുന്ന കാറ്റഗറി. അപ്പൊ നിങ്ങൾ
റാങ്ക് ലിസ്റ്റ് പരിശോധിക്കുക. OC-ക്ക് ആരെങ്കിലും കിട്ടിയിട്ടുണ്ടോ, നിലവിൽ എത്ര പേര് കിട്ടിയിട്ടുണ്ട്, എത്ര ടേൺ കഴിഞ്ഞു, എത്ര യൂണിറ്റുകൾ എടുത്തിട്ടുണ്ട് ഓരോ ജില്ലയിലും എന്നൊക്കെയുള്ള കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കുക. പിന്നെയുള്ള ഒരു കാര്യം, വെട്ടെഴുത്ത് എന്ന് പറയുന്ന ഒരു കാര്യമുണ്ട്. സീനിയോറിറ്റി നോക്കിയിട്ട് വെട്ടെഴുത്തുന്നൊരു പരിപാടി PSC ചെയ്യുന്നുണ്ട്, PSCക്കുണ്ട്. അതായത് ആ കാര്യം ഞാൻ പറയാം. അതിനു മുമ്പ് ഒരു കാര്യം, നമ്മുടെ ഈ റാങ്ക് ലിസ്റ്റ് ഈ HSIക്ക് അപ്ലൈ ചെയ്യുന്നവർ ഒരു കാര്യം മനസ്സിലാക്കിയിരിക്കേണ്ടത്, നമ്മൾ ഈ ഒരു റൊട്ടേഷൻ ചാർട്ട് നിങ്ങൾ നോക്കുമ്പോൾ ഈഴവ കമ്മ്യൂണിറ്റി നിങ്ങൾ കണ്ടിട്ടുണ്ട് അല്ലേ? ഒരു ചുമന്ന നിറം കാണുന്ന കംപ്ലീറ്റ് ഈഴവ, അതായത് 14%. നമ്മൾ മുമ്പേ പറഞ്ഞു 14% ഈഴവയ്ക്കുണ്ട്, 12 മുസ്ലിം. അപ്പൊ ഏറ്റവും കൂടുതൽ ഒരു റാങ്ക് ലിസ്റ്റിൽ ഏറ്റവും കൂടുതൽ റിസർവേഷൻ കാറ്റഗറിയിൽ ഏറ്റവും കൂടുതൽ വരുന്നത് ഈഴവ കമ്മ്യൂണിറ്റിയാണ്. ആലോചിക്കുക, റിസർവേഷനിൽ ഒരു റാങ്ക് ലിസ്റ്റിൽ ഏറ്റവും കൂടുതൽ നിയമനം ലഭിക്കുന്നത് ഈഴവ കമ്മ്യൂണിറ്റിക്കാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ PSC റാങ്ക് ലിസ്റ്റുകൾ, റൊട്ടേഷനുകൾ തയ്യാറാക്കുന്നത് എപ്പോഴും നമ്മുടെ കേരള PSC റൊട്ടേഷൻ തയ്യാറാക്കുന്നത് എപ്പോഴും കേരളത്തിലെ ആ ജനസംഖ്യ കമ്മ്യൂണിറ്റി ബേസിൽ കമ്മ്യൂണിറ്റി പോപ്പുലേഷൻ അനുസരിച്ചായിരിക്കും റിസർവേഷൻ ചാർട്ട് തയ്യാറാക്കുന്നത്. അപ്പൊ കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും കൂടുതൽ കമ്മ്യൂണിറ്റി ബേസ് നോക്കുമ്പോഴത്തേക്ക് ഏറ്റവും കൂടുതലുള്ളത് ഈഴവയാണ്. അതുകൊണ്ടാണ് ഈഴവയ്ക്ക് 14%, 100-ൽ 14 പേരെ നിയമിക്കുന്നത്. ഓക്കെ, ഇപ്പൊ OX 1% ഉള്ളൂ, കാരണം അത്രേ ഉള്ളൂ. സാധാ OBC 3%, അത്രേ ഉള്ളൂ. ഓക്കെ, മുസ്ലിം 12%. അപ്പം ഈഴവയ്ക്ക് തൊട്ട് മുകളിൽ നിൽക്കുന്ന മുസ്ലിമാണ്. അപ്പൊ ഏറ്റവും കൂടുതൽ ആൾക്കാർ വരുന്നത് ഈഴവയിൽ നിന്നാണ്. അപ്പൊ ഒരു കാര്യം ഈഴവ കമ്മ്യൂണിറ്റി ഉള്ളവർ മനസ്സിലാക്കേണ്ടത്, കാരണം ഈ റിസർവേഷൻ ഇല്ലാത്തവരെ നമ്മൾ മൊത്തത്തിൽ എടുത്തു നോക്കി കഴിഞ്ഞാൽ റിസർവേഷൻ എന്ന് പറയുന്നത് ഇല്ലാത്തവരുടെ എണ്ണത്തേക്കാൾ കൂടുതലായിരിക്കും. ആരെന്ന് പറയുന്നത് ഈ നമ്മുടെ ഈഴവ കമ്മ്യൂണിറ്റി എന്ന് പറയുന്നത്. അതായത് ഞാൻ പറഞ്ഞെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു റാങ്ക് ലിസ്റ്റ് നോക്കുമ്പോഴത്തേക്ക് ഏറ്റവും കൂടുതൽ അതിൽ മിക്കവാറും കാണപ്പെടുന്നത് ഈഴവ കമ്മ്യൂണിറ്റി ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഈഴവ കാറ്റഗറി മെയിൻ ലിസ്റ്റിൽ വന്നാൽ മാത്രമേ മിക്കവാറും ഒക്കെ ജോലി കിട്ടാൻ സാധ്യതയുള്ളൂ. കാരണം നമുക്കറിയാം, പല റാങ്ക് ലിസ്റ്റുകളും നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഈഴവയുടെ സപ്ലിമെന്ററി ലിസ്റ്റ് ഓപ്പൺ ചെയ്യാറില്ല. കാരണം അത്രയും പേര് മെയിൻ ലിസ്റ്റിൽ തന്നെ ഉണ്ടായിരിക്കും. ഓക്കെ, അഥവാ ഈഴവയ്ക്കാകണം കിട്ടുന്ന ഒരു അവസ്ഥ വരുന്നത് ലാസ്റ്റ് റാങ്ക് ലിസ്റ്റ് അവസാനിക്കാൻ പോകുന്ന ഒരു കാലഘട്ടത്തിലായിരിക്കും ഈഴവ കമ്മ്യൂണിറ്റിക്ക് ആ ഒരു വേക്കൻസി ഒക്കെ ചിലപ്പോൾ കിട്ടുന്നത്. ചിലപ്പോൾ 1-2 ഒക്കെ ചിലപ്പോൾ പോയാലായി ഈഴവയുടെ കാര്യം. മുസ്ലിമിന് പിന്നെ മുൻകാലഘട്ടങ്ങളിൽ ഇഷ്ടംപോലെ സപ്ലൈ ഓപ്പൺ ചെയ്യുമായിരുന്നു, ഇപ്പം വളരെ കുറവാണ്. ബാക്കി SC/ST ആയിരുന്നാലും SC/ST കുറെ പോകാറുണ്ട്, ബാക്കിയൊക്കെ സപ്ലൈ ഉള്ളതൊക്കെ പോകാറില്ല. നമുക്കറിയാം ഇല്ലേ? ഇപ്പൊ SIUC നാടാർ എന്ന് പറയുന്നത് 38ാമത് ഒരു പോസ്റ്റിൽ, അതായത് 100 പേരെ എടുക്കുമ്പോൾ ഒരാളെ വരുന്നുള്ളൂ. പിന്നെ എവിടെയാ ഒരുപാട് പേര് ആ ലിസ്റ്റിലുണ്ടായിരുന്ന സപ്ലൈ ഓപ്പൺ ചെയ്യത്തില്ല. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കിയിരിക്കേണ്ടത്, നിങ്ങളുടെ കമ്മ്യൂണിറ്റി വ്യക്തമായിട്ട് മനസ്സിലാക്കുകയും ഒരു റൊട്ടേഷൻ ചാർട്ടിൽ 20 പേര് വരുന്ന യൂണിറ്റിൽ നിങ്ങൾക്ക് എത്രാമതാണ് ജോലി കിട്ടുന്നതെന്നും എത്രാമത്തെ റാങ്ക് ലിസ്റ്റ് വന്ന ജോലി കിട്ടുമെന്നും നിലവില് റാങ്ക് ലിസ്റ്റ് വന്നിട്ടുള്ള അഡ്വൈസ് അയച്ചിരിക്കുന്ന ലാസ്റ്റ് ആർക്കാണെന്നും ഇനി ഒരു ആവറേജിൽ 1.5 വർഷം കൂടെ ഉള്ളപ്പോൾ, അല്ലെങ്കിൽ 1 വർഷം കൂടെ ഉള്ളപ്പോൾ, അല്ലെങ്കിൽ 6 മാസം ഉള്ളപ്പോൾ എത്ര പേർക്ക് എത്ര യൂണിറ്റുകൾ മാറി മറിയുമെന്നും ഇനി അടുത്ത റൊട്ടേഷൻ 100-ൽ നിന്ന് വീണ്ടും 1-ലേക്ക് വരുമ്പോൾ എങ്ങനെയായിരിക്കും ആ വേക്കൻസികളുടെ എണ്ണം എന്നൊക്കെ നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കിയിരുന്നു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, വളരെ സൂക്ഷ്മമായിട്ട് നമുക്ക് ജോലി കിട്ടാൻ സാധ്യതയുള്ള ജില്ലയിലേക്ക് നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. അതാണ് യഥാർത്ഥമായിട്ടുള്ള സത്യം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം ഇനി വെട്ടെഴുത്തിനെ കുറിച്ച്, സപ്ലിമെന്ററി ലിസ്റ്റിനെ കുറിച്ച്, പിന്നെ TPO പറ്റി, കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു റാങ്ക് ലിസ്റ്റിൽ നിയമനം നടക്കുമ്പോഴത്തേക്ക് ഞാൻ ഈ പറഞ്ഞ 1, 3, 5, 7 OC, 2, 4, 6, 8 എന്ന് പറയുന്ന ഫോമാറ്റിലുള്ള റിസർവേഷൻ ചാർട്ട്, ഇത് പ്രകാരം മാത്രമല്ല, പിന്നെ PH കാൻഡിഡേറ്റ്, EWS, ഇത് മാത്രമല്ല, വേറെ ഒരുപാട് മാനദണ്ഡങ്ങൾ ഇതിൽ വരുന്നുണ്ട്.
വേറെ ഒരുപാട് മാനദണ്ഡങ്ങളുണ്ട്. അതെല്ലാം കൂടെ ഈ വീഡിയോയിൽ പറഞ്ഞാൽ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ആയി പോകും. അതുകൊണ്ട് അത് അടുത്തൊരു വീഡിയോയിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പൊ ഇത്രയുമാണ് ആ ഒരു റിസർവേഷൻ പറ്റിയുള്ള അല്ലെങ്കിൽ ടേണിനെ പറ്റിയുള്ള പ്രാഥമികമായിട്ടുള്ള കാര്യം. അത്യാവശ്യം ഈ പ്രാഥമികമായിട്ടുള്ള ഒരു വിവരം ഉണ്ടെങ്കിൽ നമുക്ക് ജില്ല നോക്കി ഏത് ജില്ലയിലാണ് വേക്കൻസി വരുന്നത്, അല്ലെങ്കിൽ ഏത് ജില്ലയിലെ അപേക്ഷിച്ചാണ് എനിക്ക് ഏറ്റവും കൂടുതൽ നേട്ടമുള്ളത്, എൻ്റെ കമ്മ്യൂണിറ്റി ഇതാണ്, ഇന്ന ജില്ലയിൽ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് ഏറ്റവും കൂടുതൽ നേട്ടം ഉണ്ടാകും, അല്ലെങ്കിൽ എനിക്ക് എത്രയും പെട്ടെന്ന് ജോലി കിട്ടും എന്നൊക്കെ അറിയാൻ പറ്റും. അപ്പൊ അങ്ങനെയുള്ള ബേസിക് ഐഡിയാസ് ഒന്ന് മനസ്സിലാക്കി വെച്ചിട്ട് അപ്ലൈ ചെയ്യാനായിട്ട് തീരുമാനിക്കുക. ഓക്കെ, ബാക്കിയുള്ള അതർ ഡീറ്റെയിൽസ് പിന്നീട് അത് നമ്മൾ റാങ്ക് ലിസ്റ്റിൽ എത്തിയിട്ട് മതി. ഒരു റാങ്ക് ലിസ്റ്റിൽ വന്നു കഴിഞ്ഞാൽ എനിക്ക് എപ്പോൾ ജോലി കിട്ടും, എത്ര പേരെ ആ റാങ്ക് ലിസ്റ്റിൽ നിന്നും എടുത്തു കഴിഞ്ഞാൽ എനിക്ക് ജോലി കിട്ടും എന്ന് കണക്കാക്കായിട്ടാണ് മറ്റു കാര്യങ്ങൾ പഠിക്കേണ്ടത്. ഓക്കെ, ഇത് നമ്മളൊരു ജില്ലയിൽ അപ്ലൈ ചെയ്യാനായിട്ട് ഈ ഇത്രയും കാര്യങ്ങൾ അറിഞ്ഞിരുന്നാൽ മതി. ഓക്കെ, അപ്പൊ ബാക്കിയുള്ളത് നമ്മൾ അടുത്തടുത്ത വീഡിയോകളിലേക്ക് ഇടുന്നതായിരിക്കും. ഓക്കെ, താങ്ക് യു. അപ്പൊ അതുപോലെ തന്നെ ഒരു ലാസ്റ്റ് ആയിട്ടൊരു കാര്യം പറയാനുള്ളത്, നമ്മുടെ ടീച്ചേഴ്സ് ക്ലബിന്റെ HSAയുടെ ബാച്ചുകൾ, HSA LPUP ലോങ് ടേം, അതുപോലെ തന്നെ HSSTയുടെ ജനറൽ ബാച്ച് ഇതെല്ലാം ആരംഭിച്ചിട്ടുണ്ട്. അപ്പം ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ഈ കാണുന്ന നമ്പറിൽ 7736750473 എന്ന് പറയുന്ന ഈ നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്യാം, കോൺടാക്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ വളരെ ചുരുങ്ങിയ ഫീസ് നമുക്ക് പഠിക്കാൻ പറ്റും ഓഫർ പ്രകാരം. HSA നാച്ചുറൽ സയൻസ് ഉണ്ട്, HSA നാച്ചുറൽ സയൻസ് ഉണ്ട്, ഫിസിക്കൽ സയൻസ് ആണ്, നാച്ചുറൽ സയൻസും ഫിസിക്കൽ സയൻസും ആണ് ഇപ്പോൾ ഓപ്പൺ ചെയ്തിരിക്കുന്നത്. ഫീ എന്ന് പറയുന്നത് 999 മാത്രമാണ്. ഒള്ളി ട്രിപ്പിൾ, അത് എക്സാം വരെയുള്ള, അതായത് ഡെയിലി ക്ലാസ്സുകൾ, ഡെയിലി ലൈവ് ക്ലാസ് പ്ലസ് റെക്കോർഡ് ക്ലാസ് ആണ് ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ PDF നോട്ട്സ് ഉണ്ടായിരിക്കും, ഗൈഡ് നിങ്ങൾക്ക് തരുന്നുണ്ട്, കൂടാതെ ഡെയിലി ആൻഡ് വീക്ക്ലി എക്സാംസ് ഇതെല്ലാം ഉണ്ട്. എല്ലാ ബാച്ചും ഇതേ കണക്ക് തന്നെയാണ് ക്ലാസ് പോകുന്നത്. അപ്പോൾ താല്പര്യമുള്ളവർക്കൊക്കെ എന്ത് ചെയ്യാം, നമ്മുടെ ബാച്ചിലോട്ട് ജോയിൻ ചെയ്യാവുന്നതാണ്. പിന്നെ പേഴ്സണൽ ആയിട്ടുള്ള മെന്റർഷിപ്പ്, ഡൗട്ട് ക്ലിയറിംഗ് സെക്ഷൻസ്, ഡിസ്കഷൻസ് ഇതെല്ലാം ഉണ്ടായിരിക്കും. ഓക്കെ, അപ്പം ഇൻട്രസ്റ്റ് ഉള്ളവർക്ക് ക്ലാസ്സിലേക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. ഓക്കെ, ക്ലാസ് ജസ്റ്റ് സ്റ്റാർട്ട് ആയിട്ടേ ഉള്ളൂ. ഓക്കെ, താങ്ക് യു ആൾ. താങ്ക് യു.